ആകാശത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്ന മനുഷ്യർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിന്റെ സൃഷ്ടിപ്പ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാവും പകലും മാറി മാറി വരുന്നത്, ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുള്ളതാണ്. ആ ചിന്തിക്കുന്ന നല്ലവരായ മനുഷ്യന്റെ അടയാളം എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ. നിന്നും നടന്നും ഇരുന്നുമൊക്കെ അവർ അല്ലാഹനെ ഓർക്കുന്നവരാണ്. വഅലാ ജുനൂബിഹിം, കിടന്നും അവർ അല്ലാഹനെ ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ഈ കാണുന്ന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. റബ്ബേ, ഈ കാണുന്നതൊന്നും വെറുതെ പടച്ചതല്ല. ഫഖിനാ അദാബന്നാർ. ആകയാൽ റബ്ബേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. ഇത് പറയുന്നവരായിരിക്കും യഥാർത്ഥ ബുദ്ധിമാൻ. ആരാണ് ഇത്തരത്തിൽ ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും അത്ഭുതകരമായ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ എല്ലാം ഒരുക്കിയവൻ ആരാണ്? അല്ലാഹുല്ലദീ ഖലഖകും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവനായവൻ. സുമ്മ റസഖകും, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ റിസ്ക് നൽകിയതും അല്ലാഹയാണ്. നമുക്ക് ജീവിക്കാനുള്ള ഭക്ഷണം, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം എല്ലാം തന്നതും അവനാണ്. സുമ്മ യുമീതുകും, പിന്നെ ഈ ലോകത്തുനിന്ന് നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. സുമ്മ യുഹ്യീകും, പിന്നീട് രണ്ടാമതും നിങ്ങളെ ജീവിപ്പിക്കുന്നതും അവനാണ്. ഈ റബ്ബിനെ കുറിച്ച് പറയാതെ പഠിപ്പിക്കാതെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകരുത്. അല്ലാഹു ഖാലിഖു കുല്ലി ശൈ. അല്ലാഹു എല്ലാത്തിന്റെയും സൃഷ്ടാവായവനാണ്. അപ്പൊ എല്ലാം സൃഷ്ടിക്കുന്ന, ഇവിടെയെല്ലാം പരിപാലിക്കുന്ന ലോകത്തിന്റെ ഉടയവനായ ഒരു റബ്ബുണ്ട് എന്നും ആ റബ്ബിനെ സ്തുതിച്ചാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹുവിനെ അംഗീകരിക്കുകയാണ് നമ്മൾ, അവന്റെ കഴിവുകൾ അംഗീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇനി അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന വലിയ ഒരു തത്വമാണ് പഠിപ്പിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റിനകത്ത് കൊടുത്തിരിക്കുക. ലോകത്ത് വന്ന വിവിധങ്ങളായ വേദഗ്രന്ഥങ്ങൾക്കിടയിൽ നിന്ന് എന്താ ഖുർആന് ഇത്ര പ്രത്യേകത? മുഴുവൻ വേദഗ്രന്ഥങ്ങളുടെയും സാരാംശം നിറച്ചു വെച്ച ഗ്രന്ഥമാണ് 6236 വരുന്ന ആയത്തുകളുടെ ഈ ഗ്രന്ഥം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നതോ ഈ ഖുർആനിന്റെ മൊത്തം സാരാംശത്തെ ഉൾക്കൊള്ളിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്ന അധ്യായമാണ്, ഖുർആനിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അവന്റെ നമസ്കാരം പോലും പൂർത്തിയാക്കാൻ പറ്റൂല. ആ സൂറത്തിനകത്താണ് അല്ലാഹു തആല പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. സുഹൃത്തുക്കളെ, ഇനി ആലോചിക്കണം, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താ? അത് അൽ ബഖറ സൂറത്തിലാ. ആദ്യമായിട്ട് ഖുർആൻ ഒരു കൽപ്പന പറയാൻ പോവാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഫസ്റ്റത്തെ കൽപ്പന അതാണ്. ഖുർആൻ ഓതി ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ വരുന്ന കൽപ്പന
ആദ്യമായി ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാ? ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലാഹുവിനെ നിങ്ങൾ ഒരിക്കലും സമന്മാരെ ഉണ്ടാക്കരുത്. അള്ളാഹിനെ ആരാധിക്കുന്ന പോലെ വേറെ ഒരാളെ ആരാധിക്കുക, അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ആരാധനകൾ മറ്റൊരാൾക്ക് പങ്കുവെക്കുക, ഈ അള്ളാഹുവിന് ഒരു സമന്മാരുണ്ട് എന്നത് വിശ്വസിക്കാൻ പോലും നമുക്ക് പാടില്ലാത്തതാണ്. ഏറ്റവും വലിയ പാപങ്ങളായി എണ്ണിയ കൂട്ടത്തിൽ നിന്നെ സൃഷ്ടിച്ചവനായ ഒരു റബ്ബുണ്ടായിരിക്കെ നീ അള്ളാഹുവിന് ഒരു സമൻകാരനെ ഉണ്ടാക്കലാണ് വലിയ പാപങ്ങളിൽപ്പെട്ടത്. ഇനിയോ അമ്പിയാക്കന്മാര് ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാര് കടന്നു വന്നു. ഖുർആനിൽ 25 നബിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം അവരുടെ നാടുകളിൽ എന്തിനെ കുറിച്ചാ പറഞ്ഞിരുന്നത്? ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കച്ചവട രംഗത്തുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മായാജാലങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമൂദ് ഗോത്രത്തിന്റെയും ആദ് ഗോത്രത്തിന്റെയും അവസ്ഥ എന്തായിരുന്നു? അള്ളാഹ് കൊടുത്തിരിക്കുന്ന പല കഴിവുകളെയും നിഷേധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അതാത് നാടുകളിൽ ചെന്നിട്ട് പറഞ്ഞ വാക്ക് യാ ഖൗമി ഉബ്ദുല്ലാഹ്, അല്ലയോ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല. ഇത് പഠിപ്പിക്കാത്ത ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മനുഷ്യന് അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള ബാധ്യത എന്താ? അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ ഒരിക്കലും പങ്കു ചേർക്കാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. എളുപ്പാണ്, ഏകനാക്കുക. ഏകനായി അള്ളാഹുവിനെ ആരാധനയിൽ ഏകനാക്കുക. ആരാധനയുടെ എല്ലാ വശങ്ങളും അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. എത്ര വ്യക്തമാണ്, എത്ര ലളിതമാണ്. അതെന്താണ് ആരാധനയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ആരാധനയാണ്, നേർച്ച വഴിപാടുകൾ ആരാധനയാണ്, ബലികർമ്മങ്ങൾ ആരാധനയാണ്, സത്യം ചെയ്യൽ ആരാധനയുടെ ഭാഗമാണ്. അതുപോലെയുള്ളതെല്ലാം ആരാധനകളും അനുബന്ധമായതെല്ലാം അല്ലാഹുവിന് സമർപ്പിക്കുന്നവരാകണം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും റബ്ബേ നിനക്കുള്ളതാണ്, നിനക്ക് വേണ്ടിയ, റബ്ബുൽ ആലമീന് വേണ്ടിയാണ്. ഇത് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആരാധനയുടെ കർമ്മങ്ങളാകുന്ന ഏത് കാര്യവും അല്ലാഹുവിന് മാത്രം കൊടുത്തതായിരിക്കണം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മതത്തിൽ നിഷ്കളങ്കരായി അള്ളാനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ ജോലി വേണം, കച്ചവടം വേണം, ബിസിനസ് വേണം, എല്ലാം വേണം. എന്നാൽ നമ്മുടെ മെയിൻ ഉത്തരവാദിത്വം എന്താ? അള്ളാഹുവിനെ നിഷ്കളങ്കരായി ആരാധിക്കലാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അവനെ ആരാധിക്കാനല്ലാതെ ജിന്നുവർഗത്തെയും ഇൻസു വർഗത്തെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല. നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം തന്നെ എല്ലാവരും അള്ളാഹുവിന് മാത്രം ആരാധന കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ആയത്ത് നബിയെ പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ അല്ലാഹ് പരിഗണിക്കൂല. എപ്പോ? ലൗലാ ദുആഉകും, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ. നമ്മൾ പ്രാർത്ഥിക്കണം.
നമ്മുടെ ഏതായ കാര്യങ്ങൾ അല്ലെ അഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഖൈറ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷർറിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ അർത്ഥിക്കുന്ന തേടുന്ന സഹായത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാരോടാ പറയാൻ പറ്റുക? അത് റബ്ബിനോട് മാത്രമായിരിക്കും. ആ പേനൊന്നും കൂടെ എടുക്ക്, ആ കസേരൊന്നും അങ്ങ് മാറ്റിയിട്. ഇതൊക്കെ നമ്മൾ പരസ്പരം പറയുന്ന നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചില കാര്യങ്ങളാ. അതിനപ്പുറത്തുള്ളതായ അഭൗതികമായ കാര്യങ്ങൾ, നമ്മളെ കൊണ്ടാർക്കും മനുഷ്യരെ കൊണ്ട് കഴിയാത്തതായ സാഹചര്യങ്ങൾ, അതുപോലെ അല്ലാഹു തആല നിശ്ചയിച്ച ചില സബബുകളുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളാണ്. അള്ളാഹുവേ എനിക്കൊരു തരണേ, അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവേ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ്, ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാഹുവേ ഇന്നാലിന്ന ഒരാൾ രോഗം ബാധിച്ച് കിടപ്പിലാണ്, അയാൾക്ക് പൂർണ്ണമായ ശിഫ നൽകണേ. ഇങ്ങനെ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതായ കാര്യങ്ങളെ അവനോട് മാത്രം ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹ് പറഞ്ഞ വാക്കാ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ആരോട്? ലോകത്തിന്റെ ശറഫാക്കപ്പെട്ട നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. കൃത്യമായിട്ട് പഠിക്കുക, വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഖുർആനിലെ പരാമർശങ്ങളാണ്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവനിൽ ഒരാളോടും പങ്കു ചേർക്കൂല. ഇതിനാണ് തൗഹീദ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവിനുള്ളതാണ് പള്ളികൾ, അവനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. എത്ര ലളിതമാണ്. സൂറത്തുൽ ജിന്നിലാ പഠിപ്പിക്കുന്നത്, പള്ളികൾ അല്ലാഹുള്ളതാണ്, അള്ളാഹുവോടൊപ്പം വേറെ ഒരാളെയും ഒരു നബിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല. ഇബ്രാഹിം നബി അള്ളാന്റെ ഖലീലാണ്, ഇബ്രാഹിം നബിയെ ഞങ്ങളുടെ പ്രയാസം മാറ്റിത്തരണേ, പ്രാർത്ഥിക്കാൻ പറ്റൂല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽപ്പെട്ടയാളാണ്. ഈസാ നബിയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല. മുഹമ്മദ് നബി ഷറഫാക്കപ്പെട്ടവരാണ്, അഷ്റഫുൽ ഖൽഖാണ്. മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് സന്താനങ്ങളെ തരണേ, മഴ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല. മഹാന്മാരല്ലേ ആണ്, അതിനെന്താ? പ്രാർത്ഥന അവർക്കുള്ളതല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുണ്ട്? ആരുമില്ല. ഇതിനേക്കാൾ പിഴച്ച വേറെ ഒരാളില്ല. എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂല? 5 കാരണം. 1, അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിലെ വല്ലാത്ത വിഷമങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പോഴെല്ലാം അവര് ദുആ ചെയ്തത് അള്ളാഹിനോടായിരുന്നു. അമ്പിയാക്കന്മാരല്ലേ നമ്മളെ മാതൃക. നമ്മൾ അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖുമാരുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ മാതൃകയിലല്ലേ ജീവിക്കുന്നത്. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന ആരോടായിരുന്നു? ആദം നബി അലൈഹിസ്സലാം റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ എന്ന പ്രാർത്ഥന റബ്ബനാ എന്നാ പ്രാർത്ഥിച്ചത്. പടച്ചോനെ റബ്ബേ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിനകത്ത് മത്സ്യത്തിനകത്ത് പെട്ടപ്പോഴെന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം മാറാൻ വേണ്ടി ആരോടാ പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയൽ ളുർ വ അൻത അർഹമുർ റാഹിമീൻ.
ഇങ്ങനെ അമ്പിയാക്കന്മാര് പ്രവാചകന്മാര് സകലരും പ്രാർത്ഥിച്ചത് അള്ളാനോടാണ്. അതുകൊണ്ടാണ് നമ്മളും അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം. ആ അമ്പിയാക്കന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞത് ഉലൈകല്ലദീന ഹദല്ലാഹ്, അവര് പിഴച്ചോരല്ല, അവര് പുത്തൻവാദികളല്ല, അവര് ഭീകരവാദികളല്ല. ഉലൈകല്ലദീന ഹദല്ലാഹ്, അള്ളാഹ് സന്മാർഗം കൊടുത്തവരാണ് അവർ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗം നിങ്ങളും പിൻപറ്റുക. ആ മാതൃക പിൻപറ്റുക, ആ റൂട്ട് നമ്മൾ പിൻപറ്റുക, അവരുടെ ആ ജീവിത ശൈലി നമ്മളും മുറുകെ പിടിക്കുക. എന്നിട്ട് ഖുർആൻ പറയാണ് ഖുല്ലാസലുക്കും അലൈഹി അജ്റാ, നിങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല. ഇൻഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. 6-ാം അധ്യായത്തിന്റെ 90-ാമത്തെ ആയത്ത്. ഇത് ഉത്ബോധനമാണ്, ലോകർക്കുള്ള ഉത്ബോധനമാണ്. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് അള്ളാഹിനോടാണ് അവരുടെ പ്രയാസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചത്. 2, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിനെ, ശക്തിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ അടിമകളാണ്. ഉള്ളാൾ മദനി സയ്യിദ് മദനി അള്ളാഹുവിന്റെ അടിമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ അടിമയാണ്, റസൂലാണ്. CM മടവൂര് അള്ളാഹുവിന്റെ അടിമയാണ്. ഇങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹിന്റെ അടിമയാണ്. റിഫായി ഷെയ്ഖ് അള്ളാഹുവിന്റെ അടിമയാണ്. ബദരീങ്ങൾ അള്ളാഹിന്റെ അടിമകളാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ളവർ, മറ്റു ഉഹദിയിലെ ശുഹദാക്കന്മാർ എല്ലാവരും അള്ളാന്റെ അടിമകളാണ്. അടിമകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ഉറങ്ങും, രോഗം വരും, ക്ഷീണം ഉണ്ടാകും, തളർച്ചകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 3-ാമത്തെ കാരണം, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളോട്, വ്യക്തികളോട്, കേന്ദ്രങ്ങളോട് നിങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവർക്കൊരു ശക്തിയുമില്ല. പ്രിയപ്പെട്ടവരെ, അവർക്കൊരു ശക്തിയുമില്ല. ആലോചിച്ചു നിങ്ങൾ, രോഗം മാറാൻ വേണ്ടി ബദരീങ്ങളെ ഞങ്ങളെ രോഗങ്ങൾ മാറ്റിത്തരണേന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഒന്നാലോചിക്കണം. ബദറിൽ പങ്കെടുത്ത പിന്നീട് പല സ്വഹാബിമാരും കോളറ രോഗം ബാധിച്ച് മരണപ്പെട്ടവരുണ്ട്. രോഗം മാറ്റാൻ അവർക്ക് തന്നെ കഴിവുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെ രോഗം ബാധിച്ചു മരിക്കോ? ബദറിന്റെ നേതാവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 ദിവസത്തോളം രോഗം ബാധിച്ച് ക്ഷീണിച്ച് തലകറങ്ങി വീണ രംഗം വരെ ഹദീസിലുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ രോഗം പോലും മാറ്റാൻ കഴിയില്ല. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ അതാ പല സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. CM മടവൂരിന്റെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ CM മടവൂരിന്റെ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്തിനാണ്? കുട്ടികളെ കിട്ടണം. CM മടവൂരിന് കുട്ടികളില്ല, ഷെയ്ഖുനക്ക് മക്കളില്ല, എന്നിട്ടും മനുഷ്യർ ഓടിപ്പോയോക്കാണ് അവിടുന്ന് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ആരായിരുന്നു CM മടവൂര്? സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു. നമ്മളൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണ്. നിസ്കരിക്കാത്തവരോട് പോയിട്ട് പ്രാർത്ഥിക്കുന്ന കോലത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള്. ഇനി മാത്രമല്ല, നോമ്പെടുക്കാറില്ല. ഈ നിലക്കുള്ള മനുഷ്യരോടാണ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ വലിയ കറാമത്തുണ്ട്, കഴിവുകളുണ്ടെന്ന് പറഞ്ഞ് സങ്കടം വിളിച്ചു പറഞ്ഞ് ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ, നിങ്ങളല്ലാതെ ഞങ്ങൾക്കൊരു സഹായവും ഒരു രക്ഷയും ഒന്നുമില്ല, നിങ്ങൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. ഇത് പറയുമ്പോ എന്താ സംഭവിക്കുന്നത്? ഖുർആൻ പറയാണ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹു അല്ലാത്ത വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ലൻ യഖ്ലുഖൂ ദുബാബൻ വലബിജ്തമഊല, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ല. ഒരു ഉറുമ്പിനെ ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ഈച്ചയെ പടക്കാൻ കഴിയില്ല.
ആവശ്യപ്പെടുന്നവനും ആവശ്യം ഉന്നയിക്കപ്പെടുന്നവനും ആവശ്യം ചോദിക്കുന്നവനും ദുർബലനാണ്. നമ്മളും ദുർബലനാണ്, നമ്മൾ ചെന്ന് ചോദിക്കുന്നിടത്തും ദുർബലനാണ്. എന്തിനാണ് അവിടെയൊക്കെ പോണെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഇനി നാലാമത്തെ കാരണം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നാലാമത്തെ കാരണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാനല്ലേ, രക്ഷ കിട്ടാനല്ലേ, സഹായം കിട്ടാനല്ലേ. ആർക്കും അതിന് സാധ്യമല്ല, നമ്മുടെ വാക്കല്ല. അള്ളാന്റെ ഖുർആൻ സൂറത്ത് ഫാത്തിർ 14-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും. അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. ഈ പുത്തൂരങ്ങാടിന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഏരിയയിൽ ഒരു വലിയ പണ്ഡിതനുണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് കറാമത്തൊക്കെ ഉണ്ട് തന്നെ വിചാരിക്കുക, ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ ഇരുന്നൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് കേൾക്കാൻ പോലും കഴിയില്ല. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾ, അയാളോട് വന്നൊരു 10 പേര് ഒരു കാര്യങ്ങൾ, പലതരം കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾ പറയും, ഒന്ന് മിണ്ടാക്കിയ ആരെങ്കിലും ഒരാൾ പറയും, എനിക്കൊന്നും മനസ്സിലാവണില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മരിക്കുമ്പോഴെങ്ങനെയാണ് ഇതൊക്കെ പറയാൻ കഴിയുക? നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ വലോ സമിഉ, ഇനി അവര് കേൾക്കൂല, കേട്ടാൽ തന്നെയും മസ്തജാബൂ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനക്ക് അവർ ഉത്തരം നൽകൂല. കാര്യമില്ലാത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട് എന്ന ചോദ്യവും അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിനോടാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മൾ കൊടുക്കേണ്ടത്. മരിച്ചവരെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെയല്ല ആരാധിക്കേണ്ടത്. 5-ാമത്തെ കാരണം ഖുർആൻ പറയുകയാണ്, സൃഷ്ടിക്കാൻ കഴിയാത്തവരും ദുർബലരുമായ മനുഷ്യരുടെ പങ്കുകാര്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹു വല്ലാത്തവർക്ക് പുറമെ നിങ്ങൾ വേറെ ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. അവർ തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ലോകം സൃഷ്ടിച്ച ലോകത്തിന്റെ സർവ്വ നിയന്താവെന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിനോടായിരിക്കണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഇബാദത്തും കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്ന് കാണാതെ പഠിക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ ആയത്തുൽ കുർസി. ആ അളമു ആയത്തിന് ഏറ്റവും മഹത്തരമായ ആയത്ത്, ഒരു ദിവസം ചുരുങ്ങിയത് 8 തവണ പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണ് ആയത്തുൽ കുർസി. അതിലെന്താ പഠിപ്പിച്ചത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതൊരാരാധ്യനില്ല, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്, സർവനിയന്താവാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, അവന് ഉറക്കമില്ല, മയക്കമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അവനുള്ളതാണ്. ഈ അല്ലാഹുവിലേക്കാണ് നമ്മുടെ ഇബാദത്തുകൾ എല്ലാം പോകേണ്ടത്. ഇബാദത്തുകളുടെ ഭാഗമായി പിന്നെ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം നമ്മുടെ ബലികർമ്മങ്ങൾ നടത്തേണ്ടത്. നമ്മൾ ബദരീങ്ങളുടെ പേരല്ല അറക്കേണ്ടത്, ജീലാനി ദിനത്തിന്റെ അറവല്ല നമ്മൾ നടത്തേണ്ടത്. നമ്മൾ അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ചാണ് ഒരു ബലി അറുക്കുന്നുണ്ടെങ്കിൽ അറുക്കേണ്ടത്. എവിടെയാ? അള്ളാന്റെ ഖുർആൻ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത്, അതിന്റെ അവസാനത്തെ ആയത്ത് ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നബിയേ റബ്ബിനു വേണ്ടി നമസ്കരിക്കുക, റബ്ബിനു വേണ്ടി ബലിയറുക്കുക. ഒരു ഹദീസ്, 4 വിഭാഗം ആളുകളെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. ഒന്ന്, ലഅനല്ലാഹ്, അള്ളാഹ് ശപിച്ചിരിക്കുന്നു. മൻ ദബഹ ലിഗൈരില്ലാഹ്,
അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവരെ. വലിയ പെരുന്നാളിന് പള്ളിയിൽ എത്ര പോത്തുണ്ടായിരുന്നു? 10 പോത്ത്. ജീലാനി ദിനത്തിന് എത്ര പോത്തുണ്ടായിരുന്നു? 50 പോത്ത്. റബീഉൽ അവ്വൽ കഴിഞ്ഞ് റമദാനിന്റെ 17-ന് ബദരീങ്ങളുടെ പേരിൽ എത്രത്തിനർത്തു? 114 അർത്തു. റിഫായി ഷെയ്ഖിന്റെ പേരിൽ എത്ര അർത്തു? അതും കഴിയുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആ മഹാന്മാരുടെ പൊരുത്തവും തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇറക്കുന്നത്. എന്നാൽ ബലി പെരുന്നാളിന് നമ്മൾ ആരെങ്കിലും ബലി ഇറക്കുന്ന ഇസ്മായിൽ നബിന്റെ പൊരുത്തം കിട്ടാനാണോ? അല്ല. ഇബ്രാഹിം നബിന്റെ പൊരുത്തം കിട്ടാനാണോ? അല്ലേ അല്ല. ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും കിട്ടാൻ നബിതങ്ങൾ മാതൃകയായി പഠിപ്പിച്ചത് പിൻപറ്റുകയാണ്. നമുക്കൊരു കുഞ്ഞുണ്ട്, ജനിച്ചു. ഒരാൺകുഞ്ഞ് ജനിച്ചാൽ നമ്മൾ അഖീഖ അറുക്കുന്നു. 2 ആടിനെയാണ് സുന്നത്ത്. എത്ര വയസ്സായാലും കുഴപ്പമില്ല, 2 ആടിനെ അറുത്ത് നമ്മൾ അഖീഖ അറുത്തിട്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആ കർമ്മം നമ്മൾ പൂർത്തിയാക്കും. ഒരു പെൺകുഞ്ഞാണ് നമുക്ക് ജനിച്ചതെങ്കിൽ 1 ആടിനെ അറുത്ത് അഖീഖ അറുത്ത് നമ്മളത് പൂർത്തിയാക്കും. അത് ആർക്കറുക്കുന്ന? കുട്ടിക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കുട്ടർ ഉമ്മാക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആ ബലികർമ്മം ചെയ്യുന്ന ബലിയെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. നേർച്ചകൾ ചെയ്യുന്നത്, വഴിപാടുകൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചായിരിക്കണം. അള്ളാഹു വല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും നേർച്ച ചെയ്താൽ ഫഖദ് അശ്റക ഔ കഫറ, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കുഫ്ർ ചെയ്തിരിക്കുന്നു. എവിടേക്കെങ്കിലും 4 ആടിനെ കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ഫലവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ ഇന്ന മഖാമിലേക്ക്, ഇന്ന വ്യക്തിയിലേക്ക് നേർച്ച കൊടുക്കുക. അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ നേർച്ചകൾ. ഒരു മനുഷ്യൻ നേർച്ചയാക്കുകയാണ് എന്തോ ഒരു കാര്യം ചെയ്യാൻ, അത് അള്ളാഹ് പാടില്ല എന്ന് പറഞ്ഞ കാര്യത്തിനാണ് നേർച്ചയെങ്കിൽ അവൻ അത് ചെയ്യാൻ പോലും പാടില്ല. അള്ളാഹനെ ധിക്കരിക്കാൻ വേണ്ടി നേർച്ച ഉണ്ടെങ്കിൽ ആ നേർച്ച ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ വാപ്പയാണ് സത്യം, ഈ മഖാമിലെ ഔലിയയാണ് സത്യം പറയാൻ പാടില്ല. അല്ലാഹുവാണ് സത്യം, കഅബയുടെ റബ്ബാണ് സത്യം. ഇതൊക്കെയാണ് ആരാധനയുടെ സകല ഭാഗങ്ങളും അള്ളാഹുവിന് കൊടുക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആരാണ് ഇത് പഠിപ്പിച്ചതെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിന്റെ ഖുർആനിലൂടെയാ പഠിപ്പിക്കുന്നത്. ഖുർആൻ എന്താണ്? ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന ഖുർആനാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒരിക്കലും പിഴക്കൂല. ഇത് പഠിച്ചാൽ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് പഠിക്കാൻ നമ്മൾ മുൻപന്തിയിലുണ്ടാവണം. ഹുദല്ലിന്നാസ്, ഈ ഗ്രന്ഥം ജനങ്ങൾക്ക് വെളിച്ചമാണ്, സന്മാർഗമാണ്. നൂറുൻ, ഇത് പ്രകാശമാണ്. ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിനകത്ത് ശമന ഔഷധമാണ് ഖുർആൻ. നീറിപ്പോകുന്ന ടെൻഷൻ ഉണ്ടോ? തീരാത്ത വിഷമങ്ങളുണ്ടോ? സങ്കടം പിടിച്ച് നടക്കുന്നുണ്ടോ? സ്ട്രെസ് ഉണ്ടോ? നിന്റെ ഏത് പ്രതിസന്ധിയും പരിഹരിച്ചു തരാൻ പറ്റുന്ന ശിഫയാകുന്ന ഗ്രന്ഥമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം കിട്ടൂല. ഡ്രഗ്സ് അടിച്ചാൽ 32 മണിക്കൂർ ആടിപ്പാടി സുഖിച്ച് സ്വപ്നം കണ്ട് കിടക്കും. 32 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാ സമാധാനവും സീറോയിലേക്ക് കടക്കും. സിഗരറ്റ് വലിക്കുന്ന മനുഷ്യരിങ്ങനെ വലിച്ചു ഊതി വിടുമ്പോ അവൻക്ക് എന്തോ ഒരു സുഖം. അത് വലിച്ചു കഴിഞ്ഞാൽ അവന്റെ ആന്തരിക അവയവങ്ങളെ അത് ബാധിക്കുകയാണ്. അള്ളാഹു നൽകുന്ന സമാധാനത്തിന് പകരമായി മനുഷ്യനുണ്ടാക്കുന്ന ഓരോരോ പരിഹാരങ്ങളെ കാണുകയാണ്. സംഗീതം, സിനിമ, മദ്യം, ലഹരി, കഞ്ചാവ്, സിഗരറ്റ്, ഹാൻസ്, പാമ്പരാഗ്, ഇതൊക്കെയാണ് സന്തോഷം, സമാധാനം എന്ന് വിചാരിക്കുന്നവർ. ഇതൊക്കെ താൽക്കാലികമായ നിനക്ക് കിട്ടുന്ന ഒരു ചെറിയ സുഖം പോലെ തോന്നിപ്പിക്കുകയാണ്. പിശാച് അവർ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളെ നന്നാക്കി തോന്നിപ്പിക്കും.
ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. മദ്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഖംറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് റിജ്സും മിൻ അമലി ശൈത്താൻ. ഇതൊക്കെ പിശാചിന്റെ ഒരു മ്ലേച്ഛ പ്രവർത്തനമാണ്. ഈ സദസ്സിലിരിക്കുന്ന പുത്തൂരങ്ങാടിയിലെ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരോട് സ്നേഹത്തോടെ പറയട്ടെ, ഏതെങ്കിലും ഒരു ലഹരി നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മൾ ഹറാമിലാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, ക്യാമ്പസിൽ കൊടുക്കുന്നുണ്ട്, കടകളിൽ ചെറിയ ചെറിയ പീടികകളിൽ വരെ കുട്ടികളുടെ കൈകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. പരസ്യമായി സിഗരറ്റ് വലിക്കുന്നവർ, പരസ്യമായി സിഗരറ്റ് വിൽക്കുന്നവർ, ഈ നാട്ടിലെ ഈ അങ്ങാടിയിലെ പരസ്യമായ ക്യാൻസർ പരത്തുന്ന വ്യക്തിയാണ്. ഈ പുത്തൂരങ്ങാടിയിലെ കടകളിൽ സിഗരറ്റ് വെക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാകുമോ ഒന്ന് ചോദിച്ചു പഠിച്ചോ. നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റൂല. പന്നിമാംസം നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റൂല. പന്നിമാംസം നമുക്ക് വിൽക്കാനും പറ്റൂല. മദ്യം നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് മദ്യം വിൽക്കാനും പറ്റൂല. ഇതേ തത്വമാണ്. അതുകൊണ്ട് നമ്മുടെ കച്ചവട സ്ഥാപനത്തെ അല്ലാഹു തആല എന്താ പഠിപ്പിച്ചത്? വഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം ഹലാലാണ്. വഹറമർ റിബാ, പലിശ ഹറാമാണ്. കച്ചവടം ഹലാലാക്കുമ്പോൾ എന്ത് ഹലാലാക്കി? അതുകൂടെ മാനദണ്ഡമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ ഈ നിലക്കുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ, സമാധാനത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ മുഴുവൻ നേരത്തേക്കുമുള്ള അസമാധാനത്തിന്റെ സാധനങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. ഖുർആനാണ് നമുക്ക് പരിഹാരം. അതിൽ നമ്മുടെ ഏതേത് വിഷമങ്ങളെയും പ്രയാസങ്ങളെയും പരിഹരിക്കാൻ ധാരാളക്കണക്കിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിനകത്തേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കലാണ് ഇസ്ലാമിന്റെ നന്മ. നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നേച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. ഏതാണ് അത് രണ്ടും? കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഖുർആന്, വസുന്നത റസൂലിഹി, സുന്നത്ത് ഹദീസ് നബി തങ്ങളുടെ ചര്യ. ഇത് രണ്ടും നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും പിഴച്ചവരായി നിങ്ങൾ മാറൂല. പക്ഷേ ഇതും എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചില മനുഷ്യരൊക്കെ ആലോചിച്ച് നോക്കി, ഈ ഖുർആനിനെ മാറ്റിവെച്ചു, പകരം അവരുടെ പലരുടെയും വീടുകളിലുള്ള ഇതുപോലത്തെ പുസ്തകങ്ങളാണ്. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നത് തൽക്കാലം ഞാൻ വായിച്ചോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ പുസ്തകത്തിന്റെ വില 60 രൂപയാണ്. 60 ഉറുപ്പിന്റെ പുസ്തക. അള്ളാന്റെ ഖുർആനിൽ 6236 ആയത്തുകളാണെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് വളരെ ചെറിയ പേജുകളാണ് ഉള്ളത്. 160 പേജുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? ഇതിൽ കൊടുത്തിരിക്കുന്നതും പഠിക്കാനുള്ളതും എന്താണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്? മങ്കൂസ് മൗലിദ് പരിഭാഷ. ഇതാണ് മൗലിദ് കിതാബിന്റെ മലയാളമാണ്. മുഹയ്യുദ്ദീൻ മാല, ബദർ മാല, അസ്മാഉൽ ബദരി, റിഫായി മാല, നഫീസത്ത് മാല, മഞ്ഞക്കുളം മാല, അശ്റഖ ബൈത്ത്, ബുർദ ബൈത്ത്, ബദർ മൗലിദ്, സലാം ബൈത്ത്, മുഹയ്യുദ്ദീൻ റാത്തീബ്, യാ അക്രമ ബൈത്ത്, യാ ലത്തീഫം ബൈത്ത്. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കാത്ത, പ്രവാചകന്മാര് കണ്ടിട്ടില്ലാത്ത, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത, ഇമാം ബുഖാരി കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ കുറച്ച് സാധനങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് എത്ര കൊല്ലം പഴക്കമുണ്ടാകും? മുഹയ്യുദ്ദീൻ മാല ചൊല്ലുന്ന വ്യക്തികളെ, അതിന്റെ പഴക്കം കേവലം 400 കൊല്ലമാണ്. 500 കൊല്ലം മുമ്പ് സാധനമല്ല. അപ്പൊ അത് ഇപ്പടുത്തുണ്ടായതാണ്, പുതിയതാണ്. കുത്തുബിയത്ത് ചൊല്ലുന്ന ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കുന്നത് മുഹയ്യിദ്ദീൻ ശൈഖിനെയാണ്. ഇത് എത്ര കൊല്ലായി തുടങ്ങിയിട്ട്? 300 കൊല്ലായിട്ടുള്ളൂ. 300 years. അള്ളാന്റെ ഖുർആൻ ഇറങ്ങിയിട്ട് 1400 കൊല്ലം. അത് ഒഴിവാക്കിയിട്ട് പുതിയത് കൊണ്ടുവന്നിക്കുക. ഇനി നിങ്ങൾ ആരെങ്കിലും റിഫായി മാല ചൊല്ലുന്ന പതിവുണ്ടോ? റിഫായി മാല ചൊല്ലണമെങ്കിൽ, അതിന്റെ റാത്തീബ് നടക്കണമെങ്കിൽ ശരീരത്തിലേക്ക് കത്തി എടുത്തുകൊണ്ട് കുത്തി നോക്കണം.
കുത്തിയാല് കുത്തറാത്തീബ്, ആ കുത്തറാത്തീബ് നടത്തിയിട്ട് ആരാത് നേരാക്കാൻ വരിക? റിഫായി ഷെയ്ഖ് വന്ന് നേരാക്കി ശരിയാക്കി പോകും. ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മുഹയ്യദ്ദീൻ മാലയിൽ എന്താ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്? മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ പറ്റിയാണ് പാടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് മുഹയ്യദ്ദീൻ ഷെയ്ഖാണ്. ഏതേത് കാര്യങ്ങളും ചെയ്തു തരും. ആകെന്ന് ചൊല്ലുകിൽ, ഏത് ഒരു വസ്തുവിനോട് ആകെന്ന് ചൊല്ലുകിൽ ആകും അതെന്നോ അവർ, ഉണ്ടാകൂന്ന് പറഞ്ഞാ മതി മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്നുള്ളത് ഉണ്ടാകുന്ന പറഞ്ഞത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നതാണ്. അല്ലാഹ് പറഞ്ഞാൽ, ഇത് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കിട്ടി. അല്ലാഹ് പറഞ്ഞു എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. മുഹയ്യദ്ദീൻ മാലക്കാരൻ പറഞ്ഞു ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. ഏതെങ്കിലും നിലത്തുനിന്ന് എന്നെ വിളിച്ചാല് അപ്പോൾ ഉത്തരം നൽകും. കർണാടക പ്രശ്നമല്ല, മലയാളം പ്രശ്നമല്ല, പ്യാരി പ്രശ്നമല്ല, ഏത് ഭാഷ ഒന്നും പ്രശ്നമല്ല, എന്നെ വിളിച്ചാൽ അപ്പോൾ ഉത്തരം നൽകുമെന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന കളവാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും എടുത്ത് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇതുകൊണ്ട് എന്താ പഠിപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത്? ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുക, ജനങ്ങളെ സത്യത്തിൽ നിന്ന് അകറ്റുക. നോക്കൂ നിങ്ങൾ, മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ എന്താ പറയുന്നത് വായിച്ചു നോക്കി. അപ്പൊ കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും. മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന ബഗ്ദാദിൽ ഒരുപാട് ഷർറുകളും ഫിത്നകളും പരന്ന് പിടിച്ചപ്പോ ഷെയ്ഖ് കിതാബ് എഴുതിയിട്ട് ജനങ്ങളെ ദീന് പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു കിതാബ് പറയാം, ഫത്ഹുർ റബ്ബാനി. ആരെങ്കിലും പള്ളികളിലോ ദർസുകളിലോ ഉണ്ടെങ്കിൽ തുറന്ന് വായിച്ചോ. ഫത്ഹുർ റബ്ബാനിയിൽ പറയുകയാണ്, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറയാൻ പറ്റും? ഫീ ഖൽബിക കമ്മിലാ, നിന്റെ കൽബിൽ ഒരുപാട് ഇലാഹുമാരുണ്ട്. കുല്ല ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സ്വനമുക. അല്ലാഹുവിന് പുറമേ നീ ആരെയൊക്കെ അവലംബമാക്കുന്നുണ്ടോ അത് നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി. കൽബിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒറിജിനൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് ദാ പറഞ്ഞു. ഈ ഷെയ്ഖ് മരിച്ചിട്ട് 100, 200, 400 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരാൾ എഴുതിണ്ടാക്കിയ പുസ്തകമാണ് മുഹയ്യദ്ദീൻ മാല കുത്തുബിയ്യത്ത് എന്നൊക്കെ പറഞ്ഞ സാധനം. ഇനി രണ്ടാമത്തെ കിതാബ് വായിക്കാം, ഫുതൂഹുൽ ഗൈബ്. മുഹയ്യദ്ദീൻ ഷെയ്ഖ് എഴുതിയ പുസ്തകമാണ്. വലൈസ ശിർക്കു അൻ തഅബുദൽ അസ്നാം. ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമല്ല. വഅൻ തഖ്താറ മഅ റബ്ബിക ശൈഇൻ സിവാ ഫി ഹാലത്തിൽ ബലിയ. നിനക്കൊരു വിഷമവും പ്രയാസവും രോഗങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നിന്റെ മനസ്സിലുണ്ടാകുന്ന റബ്ബല്ലാത്ത ഒരു ശക്തി ആരെങ്കിലും ഉണ്ടോ? അതും ഒരു സ്വനമാണ്, വിഗ്രഹമാണ്. എന്നാൽ ഇന്ന സ്ഥലത്ത് പോയാൽ നിന്റെ ആ പ്രശ്നം അയാൾ പരിഹരിച്ചു തരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് തെറ്റായ അപകടകരമായ അവസ്ഥയിലേക്ക് നിനക്ക് പോകുക. ഫത്ഹുർ റബ്ബാനിയിൽ പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ. നീ നിന്റെ പള്ളിയാക്കിയിട്ട് കൽബിനെ മാറ്റിക്കോ. എന്താ പള്ളിന്റെ പ്രത്യേകത? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ ഓതി പഠിക്കേണ്ടുന്ന മനുഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഇത് ഓതിക്കോളിയും. ഏതാ മുഹയ്യദ്ദീൻ മാല ഓതി എന്താ കിട്ടുക? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. കൂടാതെ മുഹയ്യദ്ദീൻ മാല ഓതിയ സ്വർഗത്തിൽ മാളിക കിട്ടുന്നു പറഞ്ഞിട്ട് ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കറാമത്ത് കഥകൾ എഴുതി പ്രചരിപ്പിച്ച് എല്ലാം ചൊല്ലിക്കൊടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വിട്ടുകൊടുക്കുക. കനിയില്ല കാലത്തെ കനിയെ കൊടുത്തോവർ, കാഞ്ഞാമരത്തിലും കായ നിറച്ചോവർ. ഒരിക്കലും സാധ്യതയില്ലാത്ത ഫ്രൂട്ട്സ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സീസണിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് പോയിട്ട് മരത്തുമ്മ കായ്കനികൾ ഇട്ടുകൊടുത്തോലാണ്.
കാഞ്ഞ മരത്തിലും ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഉണങ്ങിക്കരിഞ്ഞ മരത്തിൽ കായ്കനികൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ്. നമ്മളൊക്കെ എന്താ പഠിച്ചിട്ടുള്ളത്? അള്ളാഹുവാണ് മരങ്ങൾ ഉണ്ടാക്കുന്നതും ചെടികൾ ഉണ്ടാക്കുന്നതും സസ്യങ്ങൾ ഉണ്ടാക്കുന്നതും എന്നൊക്കെ. റിഫായി മാലക്കാരൻ പറയാണ്, കനിയും അത് നട്ട് തീയും വളം വെച്ച് അക്കനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തോവർ. ഒരു വിത്തിട്ട് അടുത്ത മിനിറ്റിൽ അത് വളമിട്ട് കൊടുത്ത് അടുത്ത തീമിൽ അടുത്ത സെക്കൻഡ് കൊണ്ട് അത് വലുതായി അതുമെന്ന് അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കായ്കനികൾ കിട്ടി അത് തിന്നാൻ കൊടുത്ത മഹാനാണ് റിഫായി ഷെയ്ഖ്. സെക്കൻഡുകൾക്ക് മിനിറ്റുകൾക്കും ചെയ്യാൻ കഴിയുന്ന ആളാണ്. ഇത് പഠിപ്പിക്കാൻ, ഈ രൂപത്തിലുള്ള പ്രചരണങ്ങൾ ചെയ്യാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതും എന്നിട്ട് ജനങ്ങളെ അത്തരത്തിൽ സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലാനാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിന്റെ വിശിഷ്ടമായ സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ട് വന്നോളൂ. നമ്മൾ അവിടേക്കാ പോണ്ടത്, സൃഷ്ടികളിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കാനല്ല. എന്നിട്ട് ഈ കിതാബുകളിലൂടെ, അതിന്റെ അറബി കിതാബുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? കുത്തുബിയത്തുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്, 12 റക്അത്ത് നമസ്കരിച്ചിട്ട് വേണം കുത്തുബിയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ. ഖുർആനുണ്ടോ? ഖുർആൻ ഇപ്പൊ എങ്ങനെ ഓതുണ്ടാക്കിയിട്ടുണ്ട്? ഇന്ന് ഭക്തിയോടെ നമുക്ക് ഓതാൻ പറ്റും. കുത്തുബിയത്ത് അങ്ങനെ പറ്റൂല. 12 റക്അത്ത് നമസ്കരിച്ചിട്ട് വേണം അത് തുടങ്ങണമെങ്കിൽ. ഏതാണ് ആ നിസ്കാരം എന്ന് പഠിപ്പിച്ചു തരണം. ആർക്കാണത് വഹി കിട്ടിയത്? പഠിപ്പിക്കണം നമ്മള്. എന്താ പറയണത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹിറൻ അലൽ അഅദാഇ ബിൽ മദദി. എൻ്റെ നേതാവേ, എൻ്റെ സഹായമേ, എനിക്കെല്ലാ സംരക്ഷണവും അങ്ങ് നൽകണമേ. ശത്രുക്കൾക്കെതിരെ എന്നെ നിങ്ങൾ സഹായിക്കണേ. മരിച്ചു കൊല്ലങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട ഒരു നല്ലവനായ മനുഷ്യരെ, ആ മനുഷ്യനെ, മഹാപണ്ഡിതനെ വിളിച്ച് കേരളക്കാരാ, കർണാടകക്കാരാ, നമുക്ക് പ്രാർത്ഥിക്കാൻ എന്ത് അധികാരമാ ഉള്ളത്? ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ കുത്തുബിയത്ത് വിളിക്കാൻ എന്താ കൽപ്പന? വമയുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഅഫവതിഹി. 1000 തവണ എൻ്റെ പേര് വിളിച്ച് മനസ്സിന്റെ സാന്നിധ്യത്തോടെ ഏകാന്തമായി എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അതുകൊണ്ട് യാ ഗൗസൽ അഅ്ലമ അബ്ദുൽ ഖാദിരി സുർഅ യാ സയ്യിദി ഇഹ്ളുർനി യാ മുഹയ്യദ്ദീനി. മുഹയ്യദ്ദീൻ ഷെയ്ഖേ, ഒന്ന് ഇവിടെ ഒന്ന് ഹാദിറായിട്ട് എൻ്റെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചു തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ അന്ധവിശ്വാസങ്ങളെ തിരിച്ചറിയേണ്ട നമ്മൾ, AI യുഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ, അള്ളാഹുവിൻ്റെ കലാമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യർ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് തിരിച്ചു നടക്കേണ്ടുന്ന സമയമാണ് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങളുടെ പുതിയ പുതിയ തീരങ്ങൾ തേടി നടക്കുകയാണ് മനുഷ്യർ. പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നല്ലോ. പഴയ കാലത്ത് നമ്മുടെ മുമ്പിലൊക്കെ രാവിലെ വാഹനമെടുത്തങ്ങ് പുറത്തിറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ പോയാൽ ഇന്നിൻ്റെ കാര്യം കഷ്ടാണെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ജോലിക്ക് തന്നെ പോവില്ല. ആ ഒരൊറ്റ പൂച്ച കാരണം കൊണ്ട് അതെന്തോ മോശമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ പഴയ കാലത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് തിരിഞ്ഞു നടന്നില്ലേ? പക്ഷേ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് പാണ്ഡങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ കയറി വന്നു. പണ്ടില്ലാത്തത് ഇപ്പം അടുത്ത കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് ഒരു സഹോദരിയെ
ദിവ്യഗർഭം ധരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചങ്ങാതിയുടെ തട്ടിപ്പിൽ ചെന്ന് പെട്ടത്. നോക്കൂ നിങ്ങൾ, ആത്മീയ ചികിത്സകനാണ് പിടിക്കപ്പെട്ടത്. ഒരു കൊടിമരം കാണിച്ചിട്ട് ഈ കൊടിമരത്തുമോ വന്ന് പിടിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച വേറെ ചില ആളുകൾ അങ്ങനെ പുതിയ പുതിയ സ്വലാത്തുകൾ ഉണ്ടാക്കിയിട്ട് ആ സ്വലാത്തിൽ പങ്കെടുത്താൽ എല്ലാ പ്രയാസങ്ങളും മാറും, മജ്‌ലിസുൻ നൂറിൽ വന്നാൽ രോഗം മാറും, ക്യാൻസർ മാറും. എന്തൊക്കെയാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന തെറ്റായ അബദ്ധ ധാരണകൾ കൊണ്ടാകുന്ന അപകടങ്ങൾ എത്രയാണ്. ഭർത്താവ് മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മയ്യത്ത് ഖബറടക്കിയില്ല, ഫ്രീസറിൽ വെച്ചതുമില്ല, കട്ടിലിൽ തന്നെ കിടത്തി മലപ്പുറം ജില്ലയിൽ. എന്നിട്ട് മാസം കഴിയുന്ന സമയത്ത് ദുർഗന്ധം വമിച്ചുകൊണ്ട് അയൽവാസികൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇവിടെ, എന്താ ഭയങ്കര സ്മെല്ല്? അപ്പൊ അവര് പറയാ, അത് എൻ്റെ ഭർത്താവ് മരിച്ചതല്ല, ഭർത്താവ് രണ്ടാമതും ജീവിക്കും. രണ്ടാമതും ജീവിക്കോ? ആ, രണ്ടാമതും ഇവിടെ ജീവിക്കുമെന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. ഇത് ഖബറടക്കിയതിന് ശേഷമല്ല. കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്ത്രീ മുലയൂട്ടിക്കൊണ്ടിരിക്കേണ്ടുന്ന പ്രായത്തിലെങ്കിൽ ജനിച്ച കുഞ്ഞിന് പാല് കൊടുക്കേണ്ട മാതാവ് പാല് കൊടുക്കണില്ല. എന്താ പാല് കൊടുക്കാത്ത? 5 ബാങ്ക് കഴിയാതെ പാല് കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. 5 ബാങ്ക് പറഞ്ഞാൽ ഒരു ദിവസം കഴിയാതെ പാൽ കൊടുക്കണം. ഈ കുട്ടിക്ക് അന്ന് കൊടുക്കാൻ പറ്റിയ ആകെ ഭക്ഷണം പാലാണ്. അവസാനം പോലീസും ജില്ലാ കളക്ടറും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ആ ഉമ്മ കുട്ടിക്ക് പാല് കൊടുത്തത്. ജ്യോത്സ്യന്മാരുടെയും ആത്മീയ വാണിഭക്കാരുടെയും തട്ടിപ്പുകൾക്ക് ഇരയായി എത്രയെത്ര സാമ്പത്തിക അതിക്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന സദസ്സുകളിൽ പങ്കെടുത്താൽ രോഗം മാറും. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ അല്ലേ, 2-3 ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിനോട് പറയാണ്, നിനക്കിനി ഡയാലിസിസ് വേണ്ട. ഈ മനുഷ്യ ഈ പറയുന്ന വ്യക്തിക്ക് സുഖമില്ലാതായപ്പോ കോഴിക്കോടും എത്ര ഹോസ്പിറ്റലിലേക്ക് ഓടി. മറ്റോന്റെ കിഡ്നി ബ്ലോക്ക് ആയ വരെ മാറ്റി കൊടുക്കും. അവനവന് ഒരു കണ്ണിന്റെ തിമിരണ്ടായിട്ട് ഞങ്ങളെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നത്, എബൈറ്റ് ഹോസ്പിറ്റലിലേക്ക്. ജനങ്ങൾ എവിടെയാണ് ചിന്തിക്കുന്നത്? ജനങ്ങൾ ഏത് ലോകത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇവിടെയാണ് അള്ളാന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹ്, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. നിങ്ങൾ അള്ളാഹനെ ശരിക്ക് വിശ്വാസം സ്വീകരിക്ക്. വബി റസൂലിഹി, ആ റസൂലിലും ശരിക്ക് വിശ്വാസമുള്ളവരായി മാറ്. മറ്റൊരായത്തിൽ പറഞ്ഞു, വബില്ലാഖിറതി ഹും യൂൻ, പരലോകത്തിൽ യഥാർത്ഥ വിശ്വാസികളായ യഖീനായവർക്കാണ് വിജയമുള്ളത്. അള്ളാഹുവിലും റസൂലിലും ശക്തമായി വിശ്വസിക്കുക. ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ ക്വാളിറ്റി എന്താ? ഇന്നമൽ മുഅ്മിനൂന ആമനൂ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീകൾ. സുമ്മ ലം യർതാബൂ, പിന്നെ സംശയിച്ച് നിൽക്കുന്നവരല്ല, പിന്നെ സംശയത്തോടെ നോക്കുന്നവരല്ല എന്ന് വിചാരിച്ചാൽ അല്ലാഹു തആല പഠിപ്പിച്ച വിശ്വാസങ്ങളൊക്കെ സ്വീകരിക്കും. അല്ലാഹ് പഠിപ്പിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതൊക്കെ നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ അവൻ തള്ളും. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ ദീനിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അത് തള്ളേണ്ടതാണ്, അത് കൊള്ളേണ്ടതല്ല. ആളുകളുടെ വിശ്വാസങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ സമൂഹത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏലസും ചരടും കെട്ടിക്കൊണ്ട് എൻ്റെ അസുഖം മാറ്റാൻ 50 രൂപന്റെ ചരടിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഏലസ് ബന്ധിപ്പിക്കുന്നവനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത് അന്ധവിശ്വാസമാണ്. മന്നല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്.
അത് ശിർക്ക് ചെയ്ത പ്രവർത്തനാണ്. അത് ആര് തന്നാലും അതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതി വെച്ചാലും തമീമത്തുകൾ ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ശകുനം നോക്കുന്ന വ്യക്തികൾ, നമ്മുടെ നാട്ടിലെ പുതിയ കലണ്ടറുകൾ വരാൻ പോവുകയാണ്. ഡിസംബർ മാറി പുതിയ കലണ്ടർ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കലണ്ടറുകളുടെ മേലെ എഴുതി വെച്ചിരിക്കുകയാണ് ശകുന ദിവസങ്ങൾ. ശകുന ദിവസങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. ഏതൊക്കെയാ? മുഹറം 1 മുതൽ 10 വരെ ശകുനം. പിന്നെയോ റമദാനിലെ അവസാനത്തെ ബുധനാഴ്ച ശകുനം. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ശകുനം. ശകുനം മോശം ദിവസങ്ങളാണ്. ആരുടെ വിശ്വാസമാണ് അത്? ഒരിക്കലും ഇസ്ലാമിന്റെ മുത്തവക്കീങ്ങളുടെ ഈമാനുള്ളവരുടെ വിശ്വാസമല്ല. ലാ അലൽ മുസ്ലിമീനൽ മുതവക്കിലീന അലല്ലാഹ് ഫഇന്നഹാ മിൻ സുന്നത്തിൽ യഹൂദ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാ അതൊക്കെ ജൂതന്മാരെ പരിപാടിയാണ്. ചില ആൾക്കാർ വിളിച്ചു ചോദിക്കും, കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, ഇത്രാം തീയതിയാണ്. എന്താ കുഴപ്പം? അത് നല്ല ദിവസമാണോ? വീട് താമസാണ്, അത് നല്ല ദിവസമാണോ? അങ്ങനെ നല്ല ദിവസങ്ങളുണ്ട്, ചീത്ത ദിവസങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? നമുക്കെല്ലാം നല്ലതാണ്. നമ്മൾ എന്താ വിശ്വസിച്ചത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടുക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയൂല, നീ തടുത്തത് കൊണ്ടുവരാനും ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ ഏത് ദിവസമായാലും എന്താ? അള്ളാനെ തവക്കുലാക്കി അള്ള പഠിപ്പിച്ച ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച പോലെ ജീവിക്കുന്നവർക്ക് ഒരു പ്രയാസമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ള നിങ്ങളെ സ്നേഹിക്കും. വഅതിഉല്ലാഹ്, അള്ളാനെ അനുസരിക്കണം. വഅതിഉർ റസൂല, റസൂലിനെ അനുസരിക്കണം. ലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് നേടിയെടുക്കാം. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ഈമാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലും റസൂലിലുമായി ബന്ധിപ്പിക്കപ്പെട്ടായിരിക്കണം. അള്ളാഹിനെ അനുസരിക്കുന്നവരാകണം, റസൂലിനെ അനുസരിക്കുന്നവരാകണം, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കുന്നവരാകണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, ആ പ്രവാചകർ കൊണ്ടുവന്നത് സ്വീകരിക്കുന്നവരാകണം. വമാ നഹാകും അൻഹു ഫൻതഹൂ, നബി തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതിനെ ഉപേക്ഷിക്കുന്നവരാകണം. എത്ര എളുപ്പാണ്, എത്ര എളുപ്പാണ്. നബി തങ്ങൾ കൊണ്ടുവന്നത് ചെയ്യാൻ പറഞ്ഞത് പാലിക്കുന്നവരാകുക, നബി പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നവരാവുക. എന്തൊക്കെയാ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? ശിർക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയ പാപമേതാ? അശ്ശിർക്ക്. അത് നമ്മളൊരു പ്രസ്ഥാനക്കാരുണ്ടാക്കിയ തത്വമല്ല, അള്ളാന്റെ ഖുർആന്റെ തത്വ. അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞ പഠിപ്പിച്ച ആശയമാണ്. ലുക്മാനുൽ ഹകീം തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചു പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് ഏറ്റവും വലിയ അപരാധമാണ്. വേറെ ഒരു ഹദീസിൽ കാണാ, കൊലപാതകത്തെക്കാൾ, പലിശയേക്കാൾ, സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്നതിനേക്കാൾ, മാരണം ചെയ്യുന്നതിനേക്കാൾ, സിഹർ ചെയ്യുന്നതിനേക്കാൾ ഒന്നാമത്തെ പാപം അശ്ശിർക്കു ബില്ലാഹ്. 7 മഹാപാപങ്ങൾ എണ്ണിയപ്പോ ഒന്നാമത്. ഇവിടെ 10 മനുഷ്യന്മാരെ കൊന്നാൽ നിങ്ങൾ എന്താ പറയാ? അയാൾ ക്രൂരനാണ്. സമ്മതിക്കുമല്ലോ. നാട്ടിൽ മുഴുവൻ പലിശന്റെ ഇടപാട് നടത്തുന്ന മനുഷ്യനെ പറ്റി എന്താ പറയാ? ഞാൻ അയാളുടെ അടുത്തേക്ക് പോവില്ല, ഞാൻ അയാളോട് മിണ്ടൂല. അതിനേക്കാൾ ഗൗരവമാണ് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് റസൂല് പഠിപ്പിച്ചു തരിക. ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മവും അല്ലാഹ് സ്വീകരിക്കൂല. അയാൾ നല്ല നിസ്കരിക്കുന്നുണ്ടാവും, ഹജ്ജൊക്കെ 2 ചെയ്തിട്ടുണ്ടാവും, ദിവസം അയാൾ ഖിയാമുല്ലയിലൊക്കെ രാത്രി നിസ്കരിക്കുന്നുണ്ടാവും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ലൈൻ അശ്റക്ത, നിങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നബിയേ, ലയഹബതുന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുന്നതാണ്. കിട്ടൂല, അത് സ്വീകരിക്കപ്പെടൂല, പൊടിയാക്കി ധൂമമാക്കി മാറ്റും. സാധാരണ എന്തൊരു പാപം ചെയ്താലും അള്ളാഹ് പുറത്തു തരാനുള്ള സാധ്യതയുണ്ട്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക്. ശിർക്ക് ചെയ്താലോ അതിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാതെ തൗബ ചെയ്യാതെ ഒരിക്കലും മാപ്പ് കിട്ടൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതല്ലാത്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും, ശിർക്കൊഴികെ. അപ്പൊ ഗൗരവാണ്. നമ്മളൊക്കെ എന്തിനാ നോമ്പ് വെക്കുന്നത്? നമ്മളൊക്കെ എന്തിനാണ് സക്കാത്ത് കൊടുത്തത്? നമ്മൾ എന്തിനാണ് 8 ലക്ഷം 9 ലക്ഷം ഒക്കെ കൊടുത്ത് ഹജ്ജിന് പോയത്? സ്വർഗം കിട്ടണമെന്നല്ലേ? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആ സ്വർഗം നഷ്ടപ്പെടുത്തരുത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വാക്കുകളും പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതി നിറക്കുകയാണ്. നിങ്ങൾ മരിച്ചോടുത്ത് പോയിട്ട് മരിച്ചവരോട് പ്രാർത്ഥിച്ചോളൂ, ആ മക്കാമിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ, ആ മക്കാമിൽ പൈസ ഇട്ടുകൊടുത്തോളൂ, ആ ദർഗയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് തവാഫ് ചെയ്തോളൂ, അവിടെ ചെന്നിട്ട് നിങ്ങൾ സങ്കടം കണ്ട് പൊട്ടിക്കരഞ്ഞ് ആ മുസല്ല പിടിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കാര്യമുണ്ടാകും. അപ്പൊ നമ്മൾ ചോദിക്കണം, അല്ല അവരൊക്കെ മരിച്ചവരല്ലേ? മരിച്ചവർ എന്ന് പറഞ്ഞാൽ ദുനിയാവുമായുള്ള ബന്ധം അവസാനിച്ചവരാണ്, ശ്വാസം നിലച്ചവരാണ്, രക്തം നിലച്ചവരാണ്, കേൾവി നിലച്ചവരാണ്, അധ്വാനം നിലച്ചവരാണ്. ഇതാണ് നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പറയാം. എന്നാൽ ഈ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്, എൻ അലി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ മുഷാവർ അംഗം എഴുതുകയാണ്. ഞാൻ പേര് പറയുന്നത് നിങ്ങളൊന്ന് വായിക്കാൻ പഠിക്കാൻ വേണ്ടിയാ. മരണാനന്തരം മനുഷ്യന്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. അത് ശരി, മരിച്ചു എന്ന് പറഞ്ഞ എല്ലാ കഴിവും നശിച്ചു എന്ന് പറയാൻ പാടില്ല, അതൊക്കെ മുശ്രിക്കുകളുടെ വാദമാണ്. എന്നാൽ മരണാനന്തരം മനുഷ്യന്റെ കഴിവ് നശിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കഴിവ് കൂടുകയാണ്. ഭയങ്കര കഴിവാണ് ഇത്ര, മരിച്ചാലാണ് ഇത്ര കഴിവുകൾ കൂടുക. അതുകൊണ്ട് അത് കബർ കിടക്കുന്നത് മരിച്ചോലാന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചോളിന്ന അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഇസ്ലാമിക ആദർശ ഡയറി എന്ന് പറയുന്ന കാമിൽ സക്കാഫിയുടെ, ഇസുദ്ദീൻ കാമിൽ സക്കാഫിന്റെ ഒരു പുസ്തകമുണ്ട്. അതിന്റെ ഹെഡിങ്ങുകൾ മാത്രം നോക്കിക്കോളിട്ടോ. കഴിവുകൾ മരണശേഷം. മരിച്ചാല് കുറെ കഴിവുകൾ വരാണ്ട് ഇത്ര ഹെഡിങ്ങള്. മരിച്ചവർ കാണുന്നു, മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നമസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. പിന്നെ എന്തിനാണ് ആ സുഹൃത്തുക്കളെ കൊണ്ടുപോയി കബറടക്കിയത്? ഇതൊക്കെ ചെയ്യുന്നവരെ ഞങ്ങൾ വിളിക്കുക നല്ല പച്ച ജീവുള്ള മനുഷ്യന്മാരെന്ന് വിളിക്കേണ്ടത്. സംവാദം നടത്തും, നിസ്കരിക്കും, ഭക്ഷണം കഴിക്കും, എല്ലാ പണി നടക്കുന്നുണ്ട്. അവരുടെ സ്ഥലം കബറല്ല, അവർ കിടക്കേണ്ടത് പുറത്താണ്. എന്തൊക്കെ പ്രചരണ ചോദ്യങ്ങള്. വേറെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതുകയാണ്, മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. മരിച്ചു പോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിന്റെ തത്വം എന്താണ്? മരിച്ചു പോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. ഫോൺ വിളിച്ചു നോക്കും, വീട്ടിൽ ഉമ്മാക്ക് സുഖം തന്നെയല്ലേ, കല്യാണത്തിനൊക്കെ എല്ലാവരും പോയില്ലേ, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ എന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ പറ്റും മരിച്ചോൾക്ക്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളുടെ പുതിയ പുതിയ ലേഖനങ്ങൾ, പുസ്തകങ്ങൾ എഴുതി ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിക്കോളും. ആ കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബിതങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. നിങ്ങൾ ഖബർ സന്ദർശിക്കണം. എന്തിനാണ്? അത് പരലോകം ചിന്തിക്കാനും മരണം ചിന്തിക്കാനും വേണ്ടിയാണ്. ഖബർ കാണുമ്പോൾ കരയാൻ വേണ്ടിയാണ്. ഖബർ കാണുമ്പോൾ കണ്ണീരണിയാനാ, മനസ്സ് നന്നാകാനാ, തൗബ ചെയ്യാനാ, നന്നായി നല്ല ഒരു മനുഷ്യനായി മാറാനാണ്. എന്നാൽ ആ ഖബറിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഖബറിന്മ എടുപ്പുണ്ടാക്കുക, ആ ഖബർ ഉയർത്തി കെട്ടുക, ആ ഖബറിങ്ങൽ ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റുക. നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു വിഗ്രഹമാക്കി മാറ്റരുത്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറുകളെ മസാജിദുകളാക്കിയവരാണ്.
ഇത്ര നല്ലതാ. അമ്പിയാക്കന്മാരുടെ ഖബർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ട് യഹൂദി നസ്രാനികൾക്ക് അള്ളാന്റെ ശാപുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് സയ്യിദ് മദനിയുടെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടുക? CM മടവൂരിൻ്റെ കെട്ടിപ്പൊക്കാൻ പറ്റുക? മമ്പുറം തങ്ങളുടെ എങ്ങനെ കെട്ടിപ്പൊക്കാൻ വെക്കുക? പേരറിയുന്നവരും പേരറിയാത്തവരുമായ നമ്മുടെ പരിസരങ്ങളിലുള്ള എത്രയുണ്ട്. നമ്മളൊക്കെ സ്ഥിരമായി യാത്ര വരുമ്പോൾ ട്രെയിനിലൊക്കെ അങ്ങനെ പോരുമ്പോൾ ഉള്ളാളത്തേക്കും അതുപോലെ തന്നെ നാഗൂറിലേക്കും മുത്തുപ്പേട്ടയിലേക്ക് അജ്മീറിലേക്കൊക്കെ പോകുന്ന പല സംഘങ്ങളെയും കാണാം. അവരുടെ ദുനിയാവ് മാറിക്കിട്ടാൻ, പ്രശ്നങ്ങൾ തീരാൻ, ജോലി ശരിയാകാൻ അവർ കണ്ടെത്തുന്ന കേന്ദ്രമേതാ? ഖബറുകൾ. എന്തിനാ നബി ഖബറിങ്ങ പോകാൻ പറഞ്ഞത്? കാര്യം നടക്കാൻ, ജോലി നേടാൻ, മക്കളെ കിട്ടാൻ, രോഗം മാറാൻ അല്ല. സൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് മരണം ചിന്തിക്കാനും പരലോകം ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിനെ കുറിച്ച് നബി തങ്ങൾ പറയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത് അല്ലാഹ്. നബിന്റെ ഖബറിങ്ങ ഉറൂസില്ല. എന്തേ? നബി പ്രാർത്ഥിച്ചിട്ടാ പോയത്. 1400 കൊല്ലായി. ഒറിജിനൽ ശുഹദാക്കന്മാരായ ഉഹദ് ശുഹദാക്കന്മാരുടെ ഖബറുണ്ട്. മഖാമില്ല, ദർഗയില്ല, പെട്ടിയില്ല, പെട്ടി വരവില്ല, അപ്പവാണിപമില്ല. ബദർ ശുഹദാക്കന്മാർക്ക് അവിടെ ഖബറുണ്ട്. എന്നാൽ അവിടെ ഉറൂസില്ല, അവിടെ ആഘോഷമില്ല, ആനയില്ല, അമ്പാരിയില്ല, ഗാനമേളല്ല. എന്തല്ലാത്തത്? അത് ഒറിജിനൽ ഖബറാണ്, ഒറിജിനൽ ശുഹദാക്കന്മാരാണ്. മദീനത്തെ ബഖീഉൽ ഖർഖദിൽ 10,000 കണക്കിന് സ്വഹാബിമാരുണ്ട്. സ്വഹാബിമാരിൽ നേതൃത്വം വഹിച്ചവരുണ്ട്. അവരുടെ ഒരാളുടെയും ഖബറിങ്ങ ഉറൂസ് നടക്കാറില്ല. എന്തുകൊണ്ട്? ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഉത്തമ തലമുറക്കത് പരിചയമില്ല. പിന്നീട് വന്ന ഷാഫി ഇമാമിനറിയില്ല, ഇമാം ബുഖാരിക്ക് അറിയില്ല, ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് കാണാൻ സാധ്യമല്ല. പിൽക്കാലത്ത് ചില മനുഷ്യന്മാർ, വിവരമില്ലാത്ത ആളുകൾ ഖബറുകളെ ഉത്സവ പറമ്പാക്കി മാറ്റി. പേരെന്നെന്താ? ഉറൂസ് എന്നാണ്. ആ ഉറൂസുകളിൽ എന്തൊക്കെയാ നടക്കുന്നത്? അവിടെ ചെന്നിട്ട് ഇങ്ങനെ കരയാണോ? അവിടെ ചെന്നിട്ട് പരലോകം ഓർക്കാണോ? ആണും പെണ്ണും കൂടെ കൂത്താടി നടക്കല്ലേ? ആനയും ഗാനമേളവും എല്ലാം നടക്കുന്നില്ലേ? അല്ല, പാട്ടും പരിപാടിയും തുള്ളിച്ചാടലുകളും ഒക്കെ ആയിട്ട് ഖബറിന്റെ പരിസരത്ത് ഈ ആഘോഷം നടത്തുന്നവരെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? ഒന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ. എത്ര വിപരീതമാണ്. നബിതങ്ങൾ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് നൽകിയ വസിയത്ത് പാലിക്കാൻ പോലും മടി കാണിക്കുന്നവരെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനെ ഉപദേശിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ ഇൽമ് പഠിക്കാൻ ഉപയോഗിക്കാം. ദീനിനെ ശരിക്ക് പഠിക്കാൻ ഉപയോഗിക്കുക. തൗഹീദ് പഠിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ സുന്നത്ത് എന്തൊക്കെയാണെന്ന് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം വായിക്കുക. സകല തിന്മകളോടും വിട പറയുക. നമ്മുടെ മൊബൈൽ ഒരു അശ്ലീലതയുടെ കേന്ദ്രമായി മാറരുത്. നമ്മുടെ കണ്ണുകൾ തോന്നിവാസങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതായി മാറരുത്. നമ്മുടെ കാതുകൾ വൃത്തികേടുകൾ കേട്ട് രതിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരരുത്. പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്റെ യുവത്വം ചോദ്യം ചെയ്യപ്പെടും. എവിടെയാണ്, എന്തിനാണ് അത് ഹോമിച്ചതെന്ന ചോദ്യമുണ്ട്. ചെറുപ്പക്കാരാ, യുവാവേ, നിന്റെ മനസ്സും ശരീരവും അല്ലാഹു കൊടുത്തോ? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുണം പറയാ. അവര് ചെറുപ്പക്കാരായിരുന്നു. അമ്പിയാക്കന്മാരിൽ നല്ലൊരു ശതമാനം പ്രവാചകന്മാർക്ക് ഈ വഹയ്യ് കിട്ടിയത് യുവത്വകാലത്തായിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മരിച്ചത് യുവകോമളനായ 22-27 വയസ്സിന്റെ ഉള്ളിലാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് 33-ാമത്തെ വയസ്സിലാണ്. ഒരുപാട് ചെറുചെറുക്കുള്ള യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുത്തവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. യുവാക്കളെ, മദ്യത്തിന്റെ ലഹരിയിലേക്ക് മാറരുത്. വ്യഭിചാരത്തിന്റെ പുതിയ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ്. പല ചാൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തെ കൊള്ള സമീപിക്കരുത്, അടുത്തു പോകരുത്. ലഹരിയുടെ പുതിയ വേർഷനുകൾ, ഒരു മണവുമില്ലാതെ, ഒരു പുകയുമില്ലാതെ ഇഞ്ചക്ട് ചെയ്യാൻ, സുഖിക്കാൻ, ആനന്ദിക്കാൻ, ലഹരിയുടെ മൂർധാവിലെത്താൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നീ അറിഞ്ഞുകൊണ്ട് നിന്റെ കരങ്ങൾ കൊണ്ട് നാശത്തിലേക്ക് പോകരുത്. സ്വയം ആത്മഹത്യ ചെയ്യുന്നവന് തുല്യനാണ് ലഹരി ഉപയോഗിച്ച് നശിക്കുന്ന ആളുകൾ.
അള്ളാഹ് തന്ന ആരോഗ്യം, അള്ളാഹിനെ മറപ്പിക്കുന്ന അവസ്ഥ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ ശരീരം കൊണ്ട് രോഗിയായി മാറുന്ന അവസ്ഥ, എത്ര വലിയ കെടുതികളിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ഹലാലായ സമ്പാദ്യത്തിന്റെ ഉടമകളാവണം. സമ്പത്ത് ഹറാമായി ശേഖരിക്കുന്നവരും വിനിയോഗിക്കുന്നവരുമായി മാറരുത്. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. സമയം വെറുതെ നശിപ്പിക്കുന്ന വിനോദത്തിന്റെ വക്താക്കളായി നമ്മൾ മാറരുത്. ദീനിന്റെ മുഹിബ്ബീങ്ങളായി, നബിതങ്ങളെ ഇഷ്ടപ്പെടുന്ന, നബിനെ ഫോളോ ചെയ്യുന്ന തടിയുള്ളവരായി, നിര്യാണിക്ക് നേരെ വസ്ത്രം ധരിച്ചവരായി, സുന്നത്ത് നമസ്കരിക്കുന്നവരായി, ഭാര്യയെ സ്നേഹിക്കുന്നവരായി, ഭർത്താവ് എന്ന നിലക്കുള്ള ബാധ്യത നിർവഹിക്കുന്നവരായി, ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന, നാട്ടുകാർക്കും മഹല്ലുകാർക്കും പ്രിയപ്പെട്ടവർക്കും വലിയ പരോപകാരിയായി മാറുന്ന ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാവണം. ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഉപകാരം ഉണ്ടായാൽ പോരാ. നമ്മുടെ ചെറുപ്പക്കാർക്ക്, അവർ എല്ലാ കാലത്തും നമ്മുടെ നാട്ടുകാർക്ക്, രക്തം വേണ്ടവർക്ക് രക്തം കൊടുക്കുന്നവരാകണം. കിഡ്നി വേണ്ടവർ രക്തം കൊടുക്കുന്ന ഒരു കുടുംബക്കാരന് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. വീടില്ലാത്തവന്റെ വീടിന്റെ നായകത്വം നമ്മുടെ കരങ്ങളിലാവണം. ടോയ്ലറ്റുകളില്ലാതെ കഷ്ടപ്പെടുന്നവർ, എന്തെല്ലാം പ്രതിസന്ധികളിൽ മനുഷ്യർ കുടുങ്ങുന്നോ, അവർക്ക് സാന്ത്വനമാകുന്ന മികച്ച ഒരു ചെറുപ്പക്കാരനായി നമുക്ക് മാറാൻ കഴിയണം. പ്രിയപ്പെട്ട ഭാര്യമാരെ, സ്ത്രീകളെ, നമ്മൾ നമ്മുടെ യൗവനം എന്നതും ശരിയായി ആലോചിക്കുക. നമ്മുടെ വേഷവിധാനം, ഇവിടെ സഹോദരിമാരുണ്ട്, നമ്മുടെ വേഷവിധാനം കൃത്യമായി ശ്രദ്ധിക്കുക. ഇസ്ലാം പഠിപ്പിച്ച ആ നിബന്ധനകൾ പാലിക്കുക. ശരീരത്തിന്റെ മുഖമക്കനകൾ നന്നായി താഴേക്ക് മാറിലേക്ക് താഴ്ത്തിയിടുക. ഒരു പെണ്ണുമാണിന്റെ ഇടയിലേക്ക് അഴഞ്ഞുകുഴഞ്ഞു നടക്കാൻ വിട്ടു പോകരുത്. വീടുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ തിരിച്ച് വേഗം വീട്ടിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. സുഗന്ധം പൂശി അങ്ങാടിയിലൂടെ വിലസുന്നവരാവരുത്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഭർത്താവിനെ സ്നേഹിക്കാൻ, മക്കളെ പരിചരിക്കാൻ, കുടുംബത്തിന്റെ നായകത്വം വഹിക്കാൻ, വീട് വൃത്തിയാക്കാൻ, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ഇബാദത്തുകളും ശ്രദ്ധയോടെ പാലിക്കുന്ന ഉമ്മയാവുക. മക്കളോട് സ്നേഹം കാണിക്കുക. മക്കളെ തല്ലിക്കൊല്ലുന്നവരായി മാറരുത്. മക്കളെ വിഷം കൊടുത്ത് കൊല്ലുന്നവരായി മാറരുത്. പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുമ്പോൾ നല്ല നിയ്യത്തോടെ അത് ചെയ്യുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും ഇതിന് എനിക്ക് സ്വർഗം കിട്ടണമെന്ന നിയ്യത്തോടു കൂടെ നമ്മൾ പ്രവർത്തിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബജീവിതം നന്നാവുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണിയാകുന്നത് കല്യാണത്തിലൂടെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും ശാന്തിയും ഒരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് കല്യാണങ്ങൾക്കുണ്ട്. ആ വിവാഹ ജീവിതം ഇന്ന് ബറക്കത്തുള്ള വിവാഹമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ, ബർക്കത്ത് ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ എന്തിനാണ് മ്യൂസിക്കിന്റെ അകമ്പടി? അവിടെ എന്തിനാണ് മേക്കപ്പുകാര്? അവിടെ എന്തിനാണ് ഡാൻസുകാരികൾ? അവിടെ എന്തിനാണ് പടക്കം പൊട്ടിക്കലുകൾ? അവിടെ എന്തിനാണ് വാദ്യമേളഘോഷങ്ങൾ? പണം ഉണ്ടെന്ന് വിചാരിച്ച് പണം കാണിക്കാൻ, കൊഴുപ്പ് കാണിക്കാനുള്ള വേദിയായി വിവാഹം മാറരുത്. ധൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ കേന്ദ്രമായി കല്യാണ വീട് മാറരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ധൂർത്തും ദുർവിനിയോഗം ചെയ്യുന്നവർ ശൈത്താന്റെ ആൾക്കാരാണ്. നല്ലൊരു മാന്യനായി നമുക്ക് കാണരുത്. ഏറ്റവും നല്ല കല്യാണം ഖൈറുൻ നിക്കാഹി ഐസറുഹ, ലളിതമായ കല്യാണമാണ് നല്ല കല്യാണം. നാട്ടുകാരെ മൊത്തം വിളിക്കണം എന്നില്ല. നമ്മൾ LP സ്കൂൾ മുതൽ ഡിഗ്രി വരെ പഠിച്ച കോളേജിൽ സ്കൂളിൽ മൊത്തം ആൾക്കാരെ വിളിക്കണം എന്നില്ല. നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടും വേണ്ട മക്കളോടൊക്കെ വിവരങ്ങളൊക്കെ പറയും, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ഏറ്റവും ലളിതമായും സൗകര്യപ്രദമായി നമ്മൾ അതിന് വിവാഹത്തിനെ മാനിക്കുക. ദാമ്പത്യത്തിന്റെ മനോഹാരിത നഷ്ടപ്പെടാതിരിക്കാൻ, വിവാഹ ആഘോഷങ്ങൾ, ആഭാസങ്ങൾ, പൊങ്ങച്ചങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മൾ എല്ലാവരും സാധ്യമാകുന്നതൊക്കെ ചെയ്യുക. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് വല്ലാതെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പസുകൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഹൈസ്കൂൾ മുതൽ +2 UP തലങ്ങൾ വരെ ഇന്ന് ബാധിക്കുക.
നടക്കുകയാണ്. ടീൻ സ്പേസ് എന്ന് പറയുന്ന പ്രോഗ്രാം 21-ാം തീയതി ഞായറാഴ്ച ദിവസം 8:30 മണി മുതൽ നമ്മുടെ പ്രദേശത്ത് നടക്കുമ്പോൾ എന്തിനാണ് ഉമ്മ ഉപ്പ നമ്മുടെ മകളെ നമ്മൾ അങ്ങോട്ട് വിടുന്നത്? എന്താ അതിന്റെ ആവശ്യം? ആ കുട്ടികൾ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞവരാ. അവർക്ക് ഈമാനികമായ യാതൊന്നും പിന്നെ കിട്ടുന്നില്ല. CRE ക്ലാസുകൾ വേണ്ടതുപോലെ ശ്രമിക്കാറുണ്ട് നമ്മൾ. നമ്മുടെ കുട്ടികൾക്ക് വാപ്പാനോട് ഉമ്മാനോടുള്ള ബാധ്യത എന്താണെന്ന് അറിയണം. ലഹരിയുടെ ചതിക്കുഴികൾ എന്താന്ന് അറിയണം. പ്രണയത്തിൻ്റെതായ ചാബല്യങ്ങളിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര യുവമിഥുനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആത്മഹത്യയുടെ തീരങ്ങൾ തേടി നടക്കുന്ന, ട്രെയിനിന് തലവെക്കുന്ന, വിഷം കഴിക്കുന്ന, വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന പുതിയ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 18 വയസ്സിനും 45 വയസ്സിൻ്റെയും ഇടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. ഇവർക്ക് എങ്ങനെ ഉപദേശം കൊടുക്കുക? ഇവർക്ക് എങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ടീൻ സ്പേസ് പോലെയുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ കൃത്യമായി കൊണ്ട് രക്ഷിതാക്കൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് മാന്യമായ രൂപത്തിൽ കൃത്യമായി ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി ഒന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവേ എൻ്റെ ഉമ്മാക്കുപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, നമ്മുടെ കബറുകൾ വന്നുകൊണ്ട് ഇടക്കൊന്ന് സന്ദർശിക്കാൻ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കൺകുളിർമയുള്ള കാഴ്ച കാണാൻ, നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നന്നായി പ്രാർത്ഥിക്കുന്ന, ഓരോ കാര്യങ്ങളും ചിട്ടയായി പാലിക്കുന്ന കുട്ടികളായി അവർ വളരാൻ അവർക്ക് ദീന് കൊടുക്കണം. നമ്മൾ കുറെ സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് ഒന്നും ഇല്ലെങ്കിലും ബൈക്ക് കൊടുത്തിട്ടുണ്ട്, കാറൊക്കെ എൻ്റെ കുട്ടിക്ക് നല്ല ഓടിക്കാരെന്ന് പറഞ്ഞിട്ട് കാർ കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യം കൊടുക്കുന്നുണ്ട്. അവർക്ക് അടിത്തറവാകുന്ന ദീന് കൊടുക്കാതെ പോയാൽ ആ കുട്ടികൾ നാളെ നമ്മുടെ നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടുന്ന കാലം വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചിട്ട് പറയാണ്, യാ ബനിയ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കിതാ ദീന് തന്നിരിക്കുന്നു, ആ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മക്കളോടത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഈ സമൂഹത്തിന്. നമ്മളെല്ലാവരും പറയും, എന്താ പുതിയ കുട്ടികൾ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യമുണ്ട്, അവരറിയാത്തത് കൊണ്ടാണ്, അവർക്കതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. ഒരു ഐഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ആളുകൾ. എല്ലാവരും ടൂറിന് പോകുമ്പോൾ 5000-ൻ്റെയും 10,000-ൻ്റെയും ടൂറിന് വിടാൻ പൈസ ഇല്ലാത്ത വാപ്പാൻ്റെ മനസ്സ് വായിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ. മുഖത്ത് നോക്കിയിട്ട് ഉപ്പയെ ശകാരിക്കുന്ന ആളുകൾ. എന്താണ് ബാപ്പയെ കുറിച്ച്, ഉമ്മയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, അവരെ പുണ്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് സ്നേഹം നൽകി കാരുണ്യം നൽകിയവരാണ് റബ്ബേ, അവർക്ക് നീ കരുണ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നീ. പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളോടും നമുക്ക് ബാധ്യതയുണ്ട്. അവരെ നരകത്തിന്റെ വിറകായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ഭർത്താവാണെന്ന നിലക്ക് ഭാര്യമാരോടുള്ള ബാധ്യതകളുണ്ട്. അവർക്ക് ശരീരം കൊടുക്കണം, മനസ്സ് കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം, വീട് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ കുറിച്ച് പറയാണ്, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ, നല്ല 2 അടിമകൾ കീഴിൽ ജീവിച്ചവരായിരുന്നു. ഫഖാനതാഹുമാ, അവരെ 2 പേരെയും വഞ്ചിച്ചവരാണ്. അതുകൊണ്ട് അവർ 2 പേര്, ആ ഭാര്യമാര് നരകത്തിലാണ്. ഈമാൻ കിട്ടിയില്ല. നബിമാരെ കൂടെ ജീവിച്ചത്, നല്ല മനുഷ്യന്മാരെ കൂടെ ജീവിച്ചത്, പക്ഷേ ഭാര്യമാര് നശിച്ചപ്പോ ഉണ്ടായ ഗതികേട് എത്രയാ. അവർ നരകത്തിന്റെ വിറകുകളായി മാറുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത് ഒരു വാപ്പാന്റെ കീഴിലായിരുന്നു. ആ വാപ്പ വിഗ്രഹാരാധകനായിരുന്നു. പക്ഷേ മകൻ എന്ന് പറയുന്ന അറിവുള്ള, ബോധമുള്ള, വഹീന്റെ സന്ദേശം കാലിക്കുന്ന പ്രവാചകൻ വാപ്പയുടെ വിഗ്രഹാരാധനയെ ഒട്ടും സ്വീകരിച്ചില്ല. അതാണ് തിരിച്ചറിവും ബോധവും ഉണ്ടാവുക എന്ന് പറയുന്നത്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീർണതകളും പോരായ്മകളും പ്രയാസങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം തെറ്റു കാണുമ്പോൾ അംറു ബിൽ മഅറൂഫ്
വനഹ്യുൻ അനിൽ മുൻകർ, നന്മ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. തിന്മ കാണുമ്പോൾ അതിനെ തടുക്കുന്ന ദഅവത്തിന്റെ മനസ്സുള്ളവരാവണം. ബല്ലിഗു അന്നിയായ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം. ആളുകൾക്ക് ഈ ഇസ്ലാമിന്റെ നന്മ പറഞ്ഞു കൊടുക്കണം. ശാന്തസുന്ദരമായ ഈ ഇസ്ലാമിനെ പല നിലക്കുമുള്ള മോശമായ അവസ്ഥയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും മതത്തിൽ നിന്ന് ജനങ്ങളെ മതം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. മതങ്ങളാണ് പ്രശ്നം, മതങ്ങളാണ് പ്രശ്നം എന്ന് പറയാ. സുഹൃത്തുക്കളെ, ഇസ്ലാമാകുന്ന ഈ അള്ളാഹുവിന്റെ ദൈവിക മതം എവിടെയെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം, ഒരു അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ? മാതാപിതാക്കളെ പരിചരിക്കണം, പ്രായമായവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം. വഴിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് സ്വതക്കയാണ്. അംറു ബിൽ മഅറൂഫ് സ്വതക്കയാണ്. രോഗികളെ സന്ദർശിക്കണം, ജനാസയെ വേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കണം. അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം, അയൽവാസി ആദരിക്കണം, സംസാരിക്കുമ്പോൾ നല്ലത് പറയണം. ഇങ്ങനെ എത്രയെത്ര നല്ല നല്ല നിർദ്ദേശങ്ങളാണ് ഈ മതം പാലിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മതങ്ങളൊക്കെ പ്രശ്നമാണ്. മനുഷ്യന്മാരായ മതി എന്ന തെറ്റിദ്ധാരണ പരത്തുന്നവർ അപകടകരമായ അവസ്ഥയാണ് കൊണ്ടുപോകുന്നത്. സത്യത്തിന്റെ വഹിയിന്റെ സന്ദേശത്തിൽ നിന്ന് മാറി ഓരോരുത്തരും തനിക്ക് തോന്നുന്ന കോലത്തിൽ ജീവിക്കുന്നവരായി മാറുക. താന്തോന്നികൾ. ഇതെന്താ പറയാ? എനിക്ക് സ്വാതന്ത്ര്യം വേണം. എന്താ സ്വാതന്ത്ര്യം വേണ്ടത്? എനിക്കിഷ്ടമുള്ള പോലെ നടക്കണം, തോന്നിയതുപോലെ ജീവിക്കണം എന്ന് പറയുന്ന ചിന്താധാര നമ്മുടെ നാട്ടിൽ വ്യാപിക്കുമ്പോൾ അതിന്റെ അപകടം ബാധിക്കുന്നത് നമ്മുടെ കുടുംബത്തിനെയാണ്. നമ്മുടെ കുടുംബത്തിനെയാണ്. വീട് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ശാന്തമായ കേന്ദ്രമായി വീട് മാറണം. ഈ മംഗലാപുരത്തും കർണാടകയിലും പരിസരത്തുമുള്ള ഈ കണക്ക് ടൗണുകളിൽ നിന്ന് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുക. കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പല തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. എവിടെ എത്തിപ്പെട്ടാലും അവസാനം വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് തോന്നണം. അതിനെന്താ വേണ്ടത്? വീട് ആശ്വാസത്തിന്റെ, സന്തോഷത്തിന്റെ കേന്ദ്രമാകണം. വീട്ടിലുള്ളവർക്ക് സ്നേഹം കിട്ടണം, പരിഗണന ലഭിക്കണം, സ്വാതന്ത്ര്യം ലഭിക്കണം, പ്രശംസ ലഭിക്കണം, നല്ലത് പറയണം. വീട്ടിലേക്ക് എന്താണ് ആളുകൾ? ജോലി കഴിഞ്ഞ ഭർത്താവ് എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വേഗം വരാത്തത്? വീട്ടിൽ ഒരു സമാധാനം കിട്ടാത്തോണ്ടാണ്. സ്കൂൾ കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ എന്താണ് ബസ് സ്റ്റോപ്പിലും അങ്ങാടിയിലും അവിടെയും ഇവിടെയും കറങ്ങിത്തിരിക്കുന്നത്? വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു സ്നേഹം തരുന്ന ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ, ഒരു സുഹൃത്തിനെ പോലെ പരിഗണിക്കുന്നവരുണ്ടെങ്കിൽ അവർ എവിടെ പോവാനാണ്? മൊബൈൽ ഫോണിന്റെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ മൊബൈൽ അഡിക്ഷനുകളിൽ, ഗെയിം അഡിക്ഷനുകളിൽ പെട്ടുപോയ എത്രയെത്ര ജീവനുകളുണ്ട്. നന്നായി പഠിക്കുന്ന 8ഉം 9ഉം 10ഉം A+ മേടിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾ പോലും ഇത്തരം അഡിക്ഷനുകളിൽ പെട്ട് ഒന്നുമല്ലാതെയായ ട്രീറ്റ്മെന്റുകളിലേക്ക് മാറേണ്ടുന്ന ദുരവസ്ഥകൾ വർദ്ധിച്ചു വരികയാണ്. ചെറിയ പ്രായം മുതൽ, കുഞ്ഞുനാള് മുതൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതും അവർ വീട്ടിൽ അനുഭവിക്കുന്നതും ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ പെട്ടുപോയി നശിക്കുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ നിയന്ത്രണം ആവശ്യമാണ്. ഇതില്ലാതെ ജീവിക്കാനൊന്നും പറ്റൂലല്ലോ. സാമ്പത്തികമായ ഒട്ടനേകം തട്ടിപ്പുകൾ ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് OTP വരും, നിങ്ങൾ ആ OTP അടിക്കൂ, ഞങ്ങൾ പോലീസിൽ നിന്നാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഞങ്ങൾ SIRന്റെ ആളുകളാണ്, നിങ്ങൾ ആ OTP ഒന്ന് തരൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് കൊടുത്ത് ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും കവർന്നെടുക്കപ്പെടുന്ന അവസ്ഥ. ഒരു വീട്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു. എവിടെന്ന് പോയി, എങ്ങനെ പോയി എന്നറിയാതെ ആ മനുഷ്യൻ തിരഞ്ഞ് അവസാനം ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, നിങ്ങളുടെ മകൻ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് പോകാറുണ്ട്, നിങ്ങളുടെ മകൻ്റെ ഫോണൊന്ന് പരിശോധിക്കണം. മകൻ ഗെയിം കളിച്ച് അതിൻ്റെ പേരിൽ, സ്കോറിങ്ങിൻ്റെ പേരിൽ കിട്ടിയ നഷ്ടമാണ് 1.5 ലക്ഷം രൂപ. വാപ്പയുടെ അധ്വാനത്തിന് വില കൊടുക്കാത്തവർ, പ്രവാസ ജീവിതത്തിൽ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന വാപ്പയുടെ കണ്ണീര് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന മക്കളായി മാറാതിരിക്കാൻ അവർക്ക് മദ്രസ, പ്രായമുള്ളവർക്ക് മദ്രസ കൊടുക്കണം. CRE പ്രായത്തിലുള്ളവർക്ക് CRE കിട്ടണം.
ടീൻ സ്പേസിലേക്ക് പോകേണ്ടവർ അതിലേക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ കേരളത്തിൽ വെച്ചുകൊണ്ട് കടലുണ്ടിയിൽ വെച്ച് പ്രൊഫൈസ് എന്ന് പറയുന്ന അതിമഹത്തരമായ പ്രൊഫഷണൽ രംഗത്തുള്ള ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ വേണ്ടിയുള്ള മഹത്തായ ഒരു ദീനീ സംരംഭം വരാനിരിക്കുകയാണ്. അതിനു കഴിയാവുന്നവരൊക്കെ അവിടെ എത്താൻ ശ്രമിക്കണം. 24 മണിക്കൂർ നമുക്ക് ദീന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? 100 കണക്കിന് അവതാരകരുള്ള പീസ് റേഡിയോ 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്തു. നമ്മുടെ ഫോണിൽ അതുണ്ടോ? എന്തൊക്കെയോ നമ്മുടെ ഫോണിലുണ്ട്, കുറേ ആപ്പുകളുണ്ട്, പലതുമുണ്ട്. ദീന് പഠിക്കാവുന്ന ഒരു ആപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? ജമീൽ ആപ്പ്, വീഡിയോകൾ കണ്ട് ദീന് പഠിക്കാനുള്ള വീഡിയോ കിട്ടുന്ന, അതുപോലെ പുസ്തകങ്ങൾ കിട്ടുന്ന ജമീൽ എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? നേർപ്പദം എന്ന് പറയുന്ന വാരികയുണ്ട്, അത് വായിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? ഒട്ടനേകം കോഴ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, ഓൺലൈനിലും ഓഫ്ലൈനിലും. ദീന് പഠിക്കുന്നവരായി മാറിയാൽ നമ്മളെ പിഴിയാൻ, നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരാൾക്കും കഴിയൂല. അള്ളാന്റെ ഖുർആൻ പറയാണ്, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്ന ആളുകള്, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുക. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തുനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരുമുണ്ട്. ജനങ്ങളുടെ സമ്പത്ത് കൊള്ളടിക്കുക, ജനങ്ങളെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുക. ഇതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവണം. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ, നാളെ പരലോകത്തേക്ക് നമ്മൾ കടന്നു വരുന്നതിൻ്റെ ഒന്നാമത്തെ റൂട്ട് നമ്മുടെ മരണമാണ്. പ്രിയപ്പെട്ടവരെ, 4 ലോകത്ത് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഒന്ന് മാതാവിൻ്റെ ഗർഭപാത്രത്തിനകത്താണ്, രണ്ടാമത്തേത് ഈ ദുനിയാവിലാണ്, മൂന്നാമത്തേത് ഖബറിലാണ്, നാലാമത്തേത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകത്തിലാണ്. ഈ ദുനിയാവാകുന്ന ഈ ചെറിയ ലോകത്തുനിന്ന് അവസാനം ഒരു ദിവസം നമ്മൾ മരിച്ചു എന്ന വാർത്ത വാട്സപ്പ് മീഡിയകളിലൊക്കെ അങ്ങനെ വരും. പലരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒക്കെ പറയും. കയറിക്കഴിഞ്ഞാൽ ഒരു ളുഹറിന് മരിച്ചാൽ അസറിനും മഗ്രിബിനും ഇടയിൽ നമ്മളെ കൊണ്ടുപോയി മറവ് ചെയ്യും. പിന്നീട് നമ്മുടെ ഖബറിനകത്ത് ആരാ ഉണ്ടാവുക? അവന്റെ പിന്നാലെ വന്ന കുടുംബങ്ങൾ തിരിച്ചു പോരും, അവന്റെ മക്കൾ തിരിച്ചു പോരും, ബാപ്പ തിരിച്ചു പോരും, ഭാര്യ കുടുംബം തിരിച്ചു പോരും, എല്ലാവരും തിരിച്ചു പോരും. 3 പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിട്ട് അവരൊക്കെ തിരിച്ചു പോന്നാൽ അവസാനം നമ്മുടെ ഖബറിൽ കൂടെ ഉണ്ടാവൽ ആരാണ്? മൊബൈലുണ്ടോ? ഗൂഗിൾ പേ ഉണ്ടാവോ? ഫേസ്ബുക്ക് ഉണ്ടാവോ? അമല് മാത്രം ബാക്കി. അവിടെ സുന്നത്ത് നിസ്കാരം വേണം, അവിടെ സ്വതക്ക വേണം, അവിടെ നമ്മുടെ ദീനിയായ അറിവുകളുള്ള മജ്ലിസുകൾ വേണം, അവിടെ പാവങ്ങളെ സഹായിച്ചത് വേണം, അവിടെ ഖുർആൻ ഓത്ത് വേണം, ദിക്റുകൾ വേണം, സ്വലാത്തുകൾ വേണം, മാതാപിതാക്കൾക്ക് ചെയ്ത പുണ്യം വേണം, അവർക്ക് മരുന്ന് മേടിച്ചു കൊടുത്തത് വേണം, ഭാര്യയെ പരിചരിക്കുന്നത് വേണം. എല്ലാം ചേർന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ ഖബറിനകത്ത് വേണം. ആ ഖബറിൽ ഇനി അവൻ ജീവിക്കുന്നത് ഖിയാമത്ത് നാൾ വരെയാണ്. ആ നാൾ എന്ന് വരുമെന്ന് പറയാൻ കഴിയൂല. അത് വന്നാൽ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതിയ പുറത്തേക്ക് എല്ലാവരും വരും. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരപ്പെടും. നമ്മളെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദ്യമുണ്ടാകും, വിചാരണയുണ്ടാകും, നന്മ തിന്മ പരിശോധിക്കും. നല്ല കൃത്യമായി കൊണ്ട് രേഖാപുസ്തകം വെച്ച് തുറന്ന് വായിച്ചു നോക്കാൻ പറയും. ഇഖ്റ കിതാബക്, നിന്റെ രേഖാപുസ്തകം നീ തന്നെ വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, സ്വകാര്യതയിൽ ആരും കാണുന്നില്ലെന്ന് ചെയ്തു വെച്ച നിന്റെ ഹറാമുകൾ അവിടെ കാണിച്ചിരും. നിനക്ക് നീ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസന്റെ കണക്ക് ആ പുസ്തകത്തിലുണ്ടാകും, കളവ് പറഞ്ഞത് ആ പുസ്തകത്തിലുണ്ടാകും, ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് നീ ചെയ്ത മുഴുവൻ തട്ടിപ്പുകളും ആ പുസ്തകത്തിലുണ്ട്. അത് വലത് കയ്യിൽ ലഭിക്കുന്നവന് സ്വർഗം കിട്ടും, അത് ഇടത് കയ്യിൽ ലഭിക്കുന്നവന് നരകത്തിലെത്തും. ഇതൊക്കെ അന്ധവിശ്വാസമല്ല. അള്ളാന്റെ ഖുർആനിൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുക. സ്വർഗവും നരകവും തീരുമാനിച്ച മുത്തഖീങ്ങളായ ആളുകൾ വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറു ബഈദ്,
മുത്തഖീങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ഫി ജന്നത്തിൻ ആലിയ, എന്തൊരു സുഖമുള്ള ലോകമാണ്. ഐശത്യ റാദിയ, തൃപ്തമായ ലോകമാണ്. എന്തൊരു മനോഹരമായ ലോകം. കൊതിക്കുന്നതെല്ലാം തരുന്ന സ്വർഗം. ഇവിടെ കൊതിച്ചതൊക്കെ കിട്ടുമോ? ഇവിടെ വിധിച്ചാൽ എല്ലാ സാധനവും കിട്ടുമോ? എന്തെങ്കിലും പൂർണ്ണമായി സന്തോഷം കിട്ടുമോ? ഒന്നും ഇവിടെ കിട്ടൂല. പൂർണ്ണമായ സന്തോഷമുള്ള ലോകം അവിടെയാണ്. മരണമില്ല, രോഗമില്ല, വാർദ്ധക്യമില്ല, പ്രസവമില്ല. അതുപോലെ തന്നെ യാതൊരു പ്രയാസമുള്ള വാക്ക് പോലും കേൾക്കേണ്ടി വരൂല. ലാ തസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ, ഒരു വേണ്ടാത്ത വർത്തമാനം പോലും ഉണ്ടാവില്ല. ആ സ്വർഗം നല്ലവരായ മുഅ്മിനീങ്ങളായ സൽക്കർമ്മം ചെയ്ത ആളുകൾക്കുള്ളതാ. പാപികൾക്ക് അവിടെ താമസ സൗകര്യമില്ല. പാപികൾക്ക്, ദോഷികൾക്ക് അവിടെ ചാൻസ് ഇല്ല. എന്നാൽ മറുപുറത്ത് നരകാവകാശികളായി കുറച്ചാളുകളെ കൊണ്ട് നിറക്കുകയാണ്. നരകമങ്ങ് നിറയുമെന്നാരും വിചാരിക്കണ്ട. എത്രയാങ്ങ് അതിലേക്ക് കൊണ്ടുവന്നാലും നരകം ചോദിക്കുമത്ര, ഹലിം തല എത്തി, നരകമേ നിറഞ്ഞോ? വതഖൂലു, നരകം ചോദിക്കും, ഹൽ മിൻ മസീദ്, എത്ര ആളുണ്ടെങ്കിലും വന്നോട്ടെ, ഇത് നിറയൂല. ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ്. ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുമോ? ഇവിടുത്തെ തീ സഹിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകത്തിൽ മനുഷ്യനെ ഇട്ട് പച്ചക്ക് കത്തിക്കുകയാണ്. കുല്ലമാ നളജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദാ, തൊലി കത്തി അങ്ങോട്ട് കരിയുമ്പോ പുതിയ തൊലി അങ്ങോട്ട് തരും. എന്നിട്ടും അതും കത്തിക്കും. തീ കെടൂല. നരകത്തിൽ മനുഷ്യനും കല്ലും കത്തിച്ചു കളയും. കല്ലെന്താ? കല്ല് കത്തിച്ച തീരൂല, വെണ്ണീരാവൂല, വിറക് പോലെയല്ല. മനുഷ്യൻ ആ പച്ച ശരീരം നരകത്തിലിട്ട് കത്തിക്കുമെന്നത് ഖുർആന്റെ കൽപ്പന പറഞ്ഞു തന്നിട്ടുണ്ട്. നരകക്കാരോട് ചോദിക്കാണ്, നിങ്ങൾ എന്തുകൊണ്ടാ നരകത്തിൽ പോയത്? ഖാലു, അവര് പറയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. ഈ സദസ്സിൽ ഇത്രയും ആളുകൾ ഇരിക്കുക, മാഷാ അല്ലാഹ്, ഇത്രയും സമയം സാഗൂതം എന്നെ ശ്രദ്ധിച്ച്, എത്രയോ സുദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് ഏറെ ക്ഷീണിതനായിട്ട് പോലും ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങ് ദൂരത്തു നിന്നും ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഞാൻ നമ്മളോട് മനസ്സാക്ഷിയോട് അവസാനം ചോദിക്കുകയാണ്, ഞാനൊരു നല്ല നിസ്കാരക്കാരനായിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമസ്കാരം എന്നത്. ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. വലം നകുന തുഅമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാറില്ലായിരുന്നു. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പല തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അതിലൊക്കെ ഉണ്ടായിരുന്നു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, പരലോകത്തിനെ ഞങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു. അതെന്ത് സ്വർഗം നൽകുക ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളി വിടായിരുന്നു. ഇതൊക്കെ വെറും ഒരു കെട്ടുകഥകളാണെന്ന് വിചാരിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്ന ആളുകളൊക്കെ മദ്രസ പൊട്ടന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് നടക്കായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. വേറെ ചില ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിലെത്തിയത്? വഖാലു, അവർ പറയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ദുനിയാവിൽ നല്ല നല്ല ഉപദേശങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ, ഹദീസ് അടക്കമുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞു തന്നിരുന്നു. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. ഞങ്ങൾ കേൾക്കൂല. അതിങ്ങനെ പലതും നടക്കുന്നുണ്ട്, പ്രോഗ്രാമുകൾ കുറെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുടുംബമൊന്നും അത് മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ചിന്തിക്കാനും പോയില്ല. നമ്മളിങ്ങനെ ജോലിയും പൈസയും ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചിന്തിക്കാത്തത് കൊണ്ട്, പഠിക്കാത്തത് കൊണ്ട്, കേൾക്കാത്തതുകൊണ്ട് ഞങ്ങൾ നരകത്തിലായി. വേറെ ചില ആളുകളുണ്ട്, അവര് പറയാണ്, ഞങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം ഞങ്ങളെ ചങ്ങാതിമാരായിരുന്നു. ചങ്ങാതി പറയും, ഒരു സിഗരറ്റൊക്കെ വലിച്ചപ്പോൾ എന്താ അത്ര കുഴപ്പം? ഒരു നോമ്പ് ഒഴിവാക്കി എന്താ അത്ര വലിയ കുഴപ്പം? ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം എന്നുണ്ടോ? പള്ളി പോകുന്നു വേണ്ട, നമ്മൾ നിസ്കരിച്ചാ പോരെ? ചങ്ങാതി ഇങ്ങനെ പറയും. ഇവൻ അന്തല്ലാതെ അതിങ്ങനെ കേട്ട് നടക്കും. നരകത്തിലെത്തുമ്പോ ഇവൻ പറയാണ്, യാ ലൈതനീ ലമത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന വ്യക്തിയെ ഞാൻ എൻ്റെ ചങ്ങാതിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ വാക്കൊക്കെ പറയുന്നത് കൂടിയിട്ട് അവനെ ഒഴിവാക്കല്ലേ വേണ്ടത്. ഇതൊരു നല്ല ഫ്രണ്ടിന്റെ അടയാളമല്ലല്ലോ.
ചങ്ങാതി കാരണം കൊണ്ട് നരകത്ത് പോയവർ. വേറെ ചില ആളുകൾ പറയുകയാണ്, ഇന്നനാ അത്വഇനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളെ സയ്യിദന്മാര്, നേതാക്കന്മാര്, സാദാത്യങ്ങൾ ഇങ്ങനെ ദീനാന്ന് വിചാരിച്ച് എന്തൊക്കെയോ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഫളല്ലൂന സബീലാ, അവര് ഞങ്ങളെ പിഴപ്പിച്ചതാണ്. അല്ലാഹ് മുത്തറാത്തീബും സലാത്ത് വാർഷികവും ഹദ്ദാദും റാത്തീബും ദീനിലില്ലാത്ത മാമൂലും ഉറൂസുകളും ചന്ദനക്കുടങ്ങളും ദീനിലില്ലാത്ത ഒട്ടനേകം ബിദ്അത്തുകൾ കൊണ്ട് നിറച്ച് അതിനൊക്കെ പൈസ കൊടുത്ത് അതിനൊക്കെ പറയുന്നതിന് മുഴുവൻ എല്ലാ സംഭാവനകളും കൊടുത്ത് ഞങ്ങൾ അവരെ പൂർണ്ണമായി അനുസരിച്ചു. റബ്ബേ, അവര് ഞങ്ങളെ പിഴപ്പിച്ചു, നശിപ്പിച്ചു. ഇനി എന്താ ചെയ്യ? റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, അല്ലാഹ് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനൻ കബീറാ, അവർക്ക് വലിയ ശാപം കൊടുക്കണേ അല്ലാഹ്. ആ നരകത്തുനിന്ന് രക്ഷപ്പെടണം, ആ വിറകുന്ന് രക്ഷപ്പെടണം. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആ നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലെത്തിയോൻ വിജയിച്ചു. അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സ്വർഗത്തിന്റെ ഫിർദൗസ് ചോദിച്ചു പ്രാർത്ഥിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. നബി പഠിപ്പിച്ചു, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. 3 തവണ പ്രാർത്ഥിക്കാൻ. എത്ര പ്രാർത്ഥനകളുണ്ട്! നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ മോഹിച്ചതിന് വേണ്ടുന്ന പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമായി ജീവിതത്തെ തുടർന്നു കൊണ്ടുപോകാൻ, സ്വയം പരിശോധിച്ച് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, എല്ലാ നിലക്കുമുള്ള രഹസ്യവും പരസ്യവും മാന്യമാകാൻ, നമ്മുടെ കച്ചവടം, വരുമാനം, ജീവിതം, കുടുംബം, എല്ലാ മേഖലയും അള്ളാഹിന്റെ ദീനിനോട് യോജിക്കുന്നതാവണം. ദീനിനോട് യോജിക്കാത്തൊരു കാര്യം ബാപ്പ പറഞ്ഞാൽ, ഉമ്മ പറഞ്ഞാൽ, സംഘടന പറഞ്ഞാൽ, നേതാവ് പറഞ്ഞാൽ, ഭാരവാഹി പറഞ്ഞാൽ അനുസരിക്കൂല നമ്മള്. ദീനാണ് നമുക്ക് വലുത്. ദീനിനെതിരായി ആരെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ ആർക്കും ബാധ്യതയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ മുഹിബ്ബീങ്ങളായി, ഇഷ്ടപ്പെടുന്നവരായി, അള്ളാഹുവിൻ്റെ മഹത്തരമായ സ്വർഗത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പെടുന്ന സൽക്കർമ്മങ്ങളുമായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ ആഫിയത്തുള്ള ദീർഘായുസ്സ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളെ ഈമാനോട് കൂടെ മരിപ്പിക്കണമേ. അപകടമായ ദുരന്തങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ, സന്താനങ്ങളിലൂടെ കൺകുളിർമയും സന്തോഷവും അധികരിപ്പിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ധാരാളം മജ്ലിസുകൾ, ടീം സ്പേസ് ആകുന്ന, അതുപോലെ പ്രൊഫൈസ് ആകുന്ന, ഒരുപാട് ദീനിനു വേണ്ടി ഉപകരിക്കുന്ന സന്ദർഭങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബേ, നീ അത് പൂർണ്ണമായ വിജയത്തിലാക്കി തരണമേ. അള്ളാഹുവെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണമേ. അള്ളാഹുവെ, ദീനിനു വേണ്ടി പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്വതക്ക ചെയ്തും മനസ്സും ശരീരവും കൊടുത്തും സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.